ഹല്ലേലൂയ. അതേ ഇന്റർനെറ്റ് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാസപ്രിയ ജോസഫ് ബ്രഹാം ദയവായി ശബ്ദമുയർത്തി ഈ രാത്രിയിലെ മീറ്റിംഗിന് അനുഗ്രഹത്തിനായി ശബ്ദത്തോ പ്രാർത്ഥിക്കുമല്ലോ. അൺമ്യൂട്ട് ചെയ്തേ അങ്കിൾ, അൺമ്യൂട്ട് ചെയ്തേ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ സന്ധ്യായാമത്തിനായി അടികൾ അങ്ങ് വാഴ്ത്തുന്നു. ഈ ആഴ്ചയുടെ 2-ാം ദിവസം അടികൾ ഒന്നു ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ ആത്മാവിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ വലിയ കടാക്ഷം അടികൾ മേൽ ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അടികൾ ആനന്ദിച്ചുല്ലസിപ്പാൻ, ആർത്തു വിളിക്കുവാൻ, വാദങ്ങളോട് ആർത്തു ഘോഷിപ്പാൻ, വചനം ശ്രമിപ്പാൻ, പ്രാർത്ഥിപ്പാൻ സ്വർഗം പ്ലാറ്റ്ഫോമിനെ ഒരുക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കണം. ജോൺസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമം ഓർഗനൈസ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ അങ്ങ് സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. അതിനെ അങ്ങ് വാഴ്ത്തുന്നു. കാർമേൽ ചർച്ചിനെ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ ദാസനെ അടികൾ താഴ് സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ കർത്താവിന്റെ ദാസന്റെ കരത്തിന് മേൽ വെച്ച് അങ്ങ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന വചനങ്ങൾ, ഹല്ലേലൂയ, ദൈവം കൊടുത്ത വചനങ്ങൾ ശ്രേഷ്ഠമായി കൈകാര്യം ചെയ്യുവാൻ, വിനിമയം ചെയ്യുവാൻ സ്വർഗം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ അത് ചെയ്യുവാൻ സ്വർഗം സഹായിച്ചാട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. അടികളെല്ലാവരും ഒന്നു ചേർന്ന് ഹോയാം ദൈവത്തെ പാടി സ്തുതിപ്പാൻ സ്വർഗമേ സഹായിക്കണമേ. എല്ലാ ഡിവൈസസിനെയും എല്ലാ നെറ്റ്വർക്സിനെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നോ ഇന്ററപ്ഷൻസ് മൈ ലോർഡ്. യേശുവിന്റെ നാമത്തിൽ വിർച്വൽ പ്ലാറ്റ്ഫോമിനെ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ അടികൾ പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തവർക്കായി സ്തോത്രം. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അത് ശ്രദ്ധയോടുകൂടി വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗമാനിക്കുന്നതിനാൽ അല്ലെങ്കിൽ വാഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു അങ്കിളെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പൂനെ പിംബ്രിയിലുള്ള കർമേൽ അസംബ്ലി സ്ക്വാഡ് ചർച്ചിന്റെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഈ റിവൈവൽ മീറ്റിംഗിന്റെ 1-ാം ദിവസത്തിൽ കൂടി വന്ന എല്ലാ കർത്തദാസിദാസന്മാരെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും വേഗം കർത്താവായ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ പാടുവാനും ആരാധനയൊക്കെ അവസരം ലഭിച്ചല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ സ്തോത്രം വളരെ അനുഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ ഈ രാത്രി ആയിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിയോടന്തം പ്രാർത്ഥന ഇതിന് പിറകിൽ ആവശ്യമാണ്. ദൈവമക്കളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. അതെ, ഈ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഈ രാത്രിയിൽ ഹല്ലേലൂയ മീറ്റിംഗിന്റെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ഹല്ലേലൂയ ഒമാനിൽ നിന്ന് ഹല്ലേലൂയ അതേ സറാഫ് വോയിസ് ഹല്ലേലൂയ പ്രിയ ജെറി, പ്രിയ ബ്രദർ സാംസൺ ഹല്ലേലൂയ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആർദ്രമായി യേശു നാമത്തിൽ ഈ മീറ്റിംഗിനെ സ്വാഗതം ചെയ്യുന്നു. തൊഴിൽ നിമിഷങ്ങൾ കർത്താവിനെ ഒരുമിച്ച് പാടി നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓവർ ടു സറാഫ് വോയിസ്.
मुझको बना दे तू मेरे प्रभु, खुद को मैं देता हूँ, पूरे दिल से अर्पण करता हूँ। आपके हाथों में बर्तन समा, मुझको बना दे तू मेरे प्रभु, मैं थक ना जाऊं प्रभु। इस जिंदगी में कभी जब तक ये जान है प्रभु, संग तेरे रहना है। मैं थक ना जाऊं प्रभु, इस जिंदगी में कभी जब तक ये जान है प्रभु, संग तेरे रहना है। ധ്യാനത്തെ നൽകിയിടുന്നു, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിൽ മൺപാത്രം പോൽ എന്നെ ഒന്നു നീ പണിയണമേ. ക്ഷീണിച്ചു പോയിടല്ലേ, നാദായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽക്കാൻ. ക്ഷീണിച്ചു പോയിടല്ലേ, നാദായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽക്കാൻ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവിന്റെ ജീവൻ പോകുവോളം ഹല്ലേലൂയ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ചേർന്ന് നിൽക്കാൻ. ജീവൻ പോകുവോളം നിന്നോട് ചേർന്ന് Hallelujah. Hallelujah. Praise the Lord. നമ്മുടെ ജീവൻ പോകുവോളം നമ്മൾ കർത്താവിന്റെ കൂടെ നിൽപ്പാൻ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. Hallelujah. ഇന്നത്തെ നമ്മുടെ തീം ഈസ്, നമ്മുടെ തീമാണ് പ്രതികൂല അവസ്ഥയിലും we need to win, right? എല്ലാവിധമായ ശോധനയിലും God is asking us to win over all those problems. നമുക്ക് അല്പനേരം കർത്താവിനെ സ്തുതിക്കാം. Let's worship God for some time. എനിക്കായി കരുതുന്ന ദൈവം, കാര്യങ്ങൾ വഹിക്കുന്ന ദൈവം, എന്നെ കൈവിടാത്തപ്പോൾ Hallelujah. നമ്മുടെ കരങ്ങൾ തട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആയിരിക്കുന്ന പ്രാർത്ഥന, clap our hands and worship God. എനിക്കായി കരുതുന്നവൻ, കാര്യങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, കാര്യങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എൻ യേശുവിൻ കൂടെയുണ്ട്.
ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ്, എൻ്റെ ഇഷ്ടമല്ല, ഹല്ലേലൂയ, അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. not my will, but God's will should happen in my life. Hallelujah. എൻ്റെ ആഗ്രഹമല്ല, ഹല്ലേലൂയ, കർത്താവിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Let's submit ourselves in the hands of God. Hallelujah. God, your will be done in my life. Hallelujah. In every situation on our life. हर परिस्थिति में प्रभु तेरी इच्छा मेरे जीवन में पूरी हो. പരിശോധനയിലും കർത്താവേ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ കർത്താവേ. കർത്താവേ, അങ്ങയുടെ നാമം മാത്രം ഉയരണമേ കർത്താവേ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനാണ് കർത്താവേ. ഹല്ലേലൂയ. We submit ourselves into the mighty hands of God. Thank you, Lord, for your mighty presence. In Jesus' most holy and precious name we pray. Amen. Over to you, Pastor. Thank you, Brother Jerry and Samson. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്ന് രാത്രിയിൽ കൂടി വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. വിശേഷാല പിംബ്രിയിലുള്ള കർമ്മേൽ അസംബ്ലീസ് ഗോഡ് ദൈവസഭയുടെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ വാരത്തിന്റെ ആദ്യ ദിവസത്തിൽ, ഒന്നാം ദിവസം തന്നെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പകൽക്കാലം ദൈവസ്ഥലിൽ കൂടി വന്ന് മധ്യസ്ഥനയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചു. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ദൈവത്തിൽ സന്നദ്ധമായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. നപ്പാടിയതുപോലെ മഹത്വവും ജ്ഞാനവും പുകഴ്ചയും ബഹുമാനമെല്ലാം എൻ്റെ ദൈവത്തിന്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ പറയാം, മഹത്വവും ജ്ഞാനവും പുകഴ്ചയും ബഹുമാനം എല്ലാം എൻ്റെ കർത്താവിന്. ഹല്ലേലൂയ. അതെ, യേശു നല്ലവൻ, അവൻ വല്ലവൻ. ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ദൈവവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടി വന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ഞാൻ യേശുനാമം സ്വാഗതം ചെയ്യുന്നു. തൊഴിൽ നിമിഷങ്ങൾ ദൈവം അനുസരിച്ച സമയമാണല്ലോ. വളരെ പ്രാർത്ഥനയായിരിക്കാം. ഞാൻ കർത്താവ് വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കർത്താദാസൻ പ്രിയഞ്ചൻ ജോർജ് നമ്മുടെ ക്ഷണപ്രകാരം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലും സ്തോത്രം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യണം ഞാൻ ആവശ്യപ്പെട്ട അപ്പോഴെല്ലാം ഒരു മടിയും കൂടാതെ കർത്താദാസൻ ഹല്ലേലൂയ നമ്മുടെ മധ്യ വന്ന് സ്തോത്രം ദൈവത്തിന്റെ വചനം വളരെ ആധികാരികമായി
സ്തോത്രം പഥ്യവചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവായ യേശു നാമത്തിൽ. ഹല്ലേലൂയ. കർമ്മേൽ സഭ ദൈവസഭയുടെ ഈ നടത്തപ്പെടുന്ന മീറ്റിംഗിലേക്ക് കർത്തദാസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ വളരെ പ്രാപ്തരായിരിക്കാം. ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കാത്തവർക്ക് എല്ലാവരും ദയവായി ഞങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കണം ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. ദയവായി വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രികാലമായിരിക്കാം കർത്തദാസനെ വനസൂക്ഷിക്കായി ഞാൻ ക്ഷണിക്കുന്നു. സ്തോത്രം. തിരമാലകളിൽ നിന്നൗക തകരാതെ കൊടുങ്കാറ്റതിലും താളടിയാകാതെ കരുതും കരങ്ങൾ നിനക്കില്ലയോ, കരുതും കരങ്ങൾ നിനക്കില്ലയോ. തിരമാലകളിൽ നിന്നൗക തകരാതെ കൊടുങ്കാറ്റതിലും താളടിയാകാതെ കരുതും കരങ്ങൾ നിനക്കില്ലയോ, കരുതും കരങ്ങൾ നിനക്കില്ലയോ. ഈ മറുയാത്രയിൽ മാറാത്ത മേഘമായി കൂരിരുൾ രാവതിൽ അഗ്നിത്തൂൺ പ്രഭയായി. ഈ മറുയാത്രയിൽ മാറാത്ത മേഘമായി കൂരിരുൾ രാവതിൽ അഗ്നിത്തൂൺ പ്രഭയായി. തിരമാലകളിൽ നിന്നൗക തകരാതെ കൊടുങ്കാറ്റതിലും താളടിയാകാതെ കരുതും കരങ്ങൾ നിനക്കില്ലയോ, കരുതും കരങ്ങൾ നിനക്കില്ലയോ. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്നെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ തിരുവചനവുമായി, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവുമായി, ദൈവത്തിന്റെ ശബ്ദവുമായി, ദൈവത്തിന്റെ ആലോചനയുമായി, ദൈവത്തിന്റെ അരുളപ്പാടുമായിട്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച് കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇടിവ് നിൽക്കുക പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ആരാധന വർഷിപ്പ് ലീഡ് ചെയ്ത ബഹുമാന്യ ദേവദാസന്മാരോടുള്ള സ്നേഹം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അവര് പാടിയപ്പോൾ ആദ്യത്തെ പാട്ടിനകത്ത് ഒരു വരി ഇങ്ങനെയായിരുന്നു, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്ന ആ വാക്ക് അതിനകത്ത് വന്നു. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാൻ, ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഒരു പ്രസംഗ കേൾവിയേക്കാൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമായി ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന, എന്നോടുള്ള ദൈവത്തിന്റെ ദൂത് കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ഒരു പ്രസംഗകനേക്കാൾ ഉപരി ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമായി മാറുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കണം ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവദാസനോടും സഭയോടുള്ള ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. 38 വർഷമായിട്ട് കുളക്കടവിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ കുളക്കടവിന്റെ പ്രത്യേകത നമുക്കറിയാം. വ്യാധി പിടിച്ചവര്, കുഷ്ഠരോഗികള്, മുടന്തന്മാര്, അങ്ങനെയുള്ള ഒരു കൂട്ടം ക്ഷയരോഗികൾ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെ കിടക്കുകയാണ്. അവിടെ കിടക്കുമ്പോൾ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് വരുന്നതായിട്ട് നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കുവാൻ കഴിയും. അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിക്കുന്നത്, അവനെ കണ്ടു. ഏറിയ കാലമായിട്ട് അവൻ അവിടെ കിടക്കുന്നു എന്നുള്ളത് അവൻ അറിഞ്ഞു. അപ്പോൾ നമ്മളെ കാണുന്ന ഒരു കർത്താവും നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരുന്ന ആ ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ഈ വചനം കേൾക്കുന്നവർക്ക് അറിയണമെന്നില്ല. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ ഒരു പ്രത്യേകത, നമ്മളെ കാണുന്ന കർത്താവാണ്, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവാണ്. ആ വേദഭാഗങ്ങൾ അങ്ങനെയാണ്. അവനെ കണ്ടു, ഏറിയ കാലമായിട്ട് അവൻ അവിടെ കിടക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. ആരെങ്കിലും വന്ന് പറഞ്ഞത് കൊണ്ടല്ല, റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ടല്ല അവനെ കാണാൻ വന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇല്ല. യേശു കർത്താവ് അവനെ കണ്ടു, ഏറിയ കാലമായി അവൻ അവിടെ കിടക്കുന്നു എന്നുള്ളത് അറിഞ്ഞു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അതൊരു ചോദ്യം ചോദിക്കാൻ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ?
അപ്പോൾ അവൻ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ ഈ കുളത്തിലേക്ക് എടുത്തിറക്കാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് സ്വയമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അവനത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. ശ്രദ്ധിക്കണം, എന്റെ ദൂതത്തിലേക്ക് വരികയാണ്. എന്റെ വിഷയം അതല്ല, പക്ഷെ ദൂതത്തിലേക്ക് വരികയാണ്. അവനത് പറയാൻ ഒരു പശ്ചാത്തലമുണ്ട്. എന്താ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 38 വർഷമായി അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണ് ആ കാഴ്ച? കുളത്തിലേക്ക് ചില സമയങ്ങളിൽ ദൂതൻ ഇറങ്ങും. ആ സമയത്ത് കുളം അവൻ കലക്കും, ദൂതൻ കലക്കും. ആ സമയത്ത് രോഗികളായിരിക്കുന്നവർ എടുത്തു ചാടണം, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവർ അതിനെ എടുത്തിടണം. അങ്ങനെ എടുത്തു ചാടുന്ന അനേകരുണ്ടെങ്കിലും ആദ്യം ചാടുന്ന ആളുകൾക്ക് വിടുതലുണ്ടാകും. അപ്പൊ ഇത് നിരന്തരമായി കഴിഞ്ഞ 38 വർഷമായി അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചിന്ത മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിഷയത്തിലാണ്. എന്ത്? ദൂതൻ ഇറങ്ങും, കുളം കലക്കും, ആ സമയത്ത് എടുത്തു ചാടി ആദ്യം ചാടുന്നവൻ വിടുതൽ പ്രാപിക്കും. അവൻ അതാ പറഞ്ഞത്, എന്നെ അങ്ങനെ എടുത്ത് ആദ്യം വിടാൻ ഒരാളില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല. അത് മാത്രമല്ല, എനിക്ക് സ്വയമായിട്ട് ആദ്യം ചാടാൻ കഴിയുന്നുമില്ല. 38 വർഷമായിട്ട് അവനത് സാധിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കണമേ ദൈവം, ഇതിലെ ഒരു ദൂത പരിശുദ്ധാത്മാവ് ദേവദാസനോട് പറയുന്നു, 38 വർഷമായി അവൻ കണ്ടുവരുന്ന ഒരു പാരമ്പര്യമുണ്ട്, ഒരു പരിചയമുണ്ട്, ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ട്. എന്താണ്? ദൂതൻ ഇറങ്ങണം, കുളം കലങ്ങണം, ആദ്യം ഇറങ്ങണം. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നീ ചിന്തിക്കാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒന്നാമത്തെ ദൂത് അതാണ്. ഒരുപക്ഷെ നീ കണ്ടുവരുന്ന രീതിയിലായിരിക്കില്ല, നീ ചിന്തിക്കുന്ന രീതിയിലല്ല, അതിനപ്പുറത്ത് നിനക്ക് നിന്റെ തലമുറയ്ക്കും വേണ്ടി നീ ചിന്തിക്കാത്ത ചില വഴികൾ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നീ ചിന്തിക്കാത്ത ചില വഴികൾ, ചില പദ്ധതികൾ, ചില വിടുതലിന്റെ വാർത്തകൾ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ ദൂത് കൈമാറുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതാ അവനോട് ചോദിച്ചത്. അവൻ കാത്തിരുന്നത് ഇവനെങ്കിലും എന്നെ അതിനകത്തേക്ക് ഇടും, അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്. അന്ന് അങ്ങനെയല്ല. നീ ചിന്തിക്കുന്ന രീതിയിലല്ല ഈ വന്നിരിക്കുന്നവൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ കയ്യിൽ നിന്നെ വിടുവിക്കാനുള്ള ചില വഴികളുണ്ട്. നീ ചിന്തിക്കാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി അവൻ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ നീ ആഗ്രഹിച്ച് കാത്തിരുന്നത് പോലെ അല്ല, അതിനപ്പുറത്ത് നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നീ ചിന്തിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഹാലലൂയ, കാരണം നീ ഒരു വാഗ്ദത്തമുള്ളവനാ. ദൈവം നിന്നെ കണ്ടതാണ്, യേശു നിന്നെ കണ്ടു. നിന്റെ അവസ്ഥയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള പദ്ധതികളും അവന്റെ കയ്യിലുണ്ട്. എത്ര പേര് അത് ഏറ്റെടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാ പറഞ്ഞ ദൂത് ഞാൻ കൈമാറുകയാണ്. ഹാലലൂയ, ഹാലലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ചിന്തിച്ച് കാത്തിരിക്കുന്ന ചില വഴികൾക്കപ്പുറം നീ ചിന്തിക്കാത്ത ചില വഴികൾ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അസാധാരണമായി ഇതുവരെ ആ 38 വർഷമായി അവിടെ കിടക്കുന്നവരാരും കണ്ടിട്ടില്ലാത്ത, അവരെ പരിചയമില്ലാത്ത ഒരു പദ്ധതിയുമായിട്ടാണ് ദൈവം നിന്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. കാരണം അവിടെ സംഭവിച്ചത്, അവിടെ കാത്തിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി, പുറത്തുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർ ഇതുവരെ ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല. ആ ബെഥസ്ദ കുളക്കടവിൽ ഇങ്ങനെ ഒരു സംഭവം മുൻപ് നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു വിടുതലിന്റെ വഴി അവർ കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുള്ളതെല്ലാം ദൂതൻ ഇറങ്ങണം, അതിനുവേണ്ടി കാത്തിരിക്കുകയാ. ദൂതൻ ഇറങ്ങിയാൽ മാത്രം പോലെ കുളം കലങ്ങണം, അതിനുവേണ്ടി കാത്തിരിക്കുകയാ. അത് മാത്രം പോലെ ആദ്യമെടുത്ത് ചാടണം, അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നാൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം നിന്റെ വിടുതലായി മാറാൻ പോകുന്നു. ദൈവ ശബ്ദം നിന്റെ വിടുതലായി മാറാൻ പോകുന്നു. ഏറ്റെടുക്ക്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിന്റെ ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് ദൈവ ശബ്ദം ഏറ്റെടുക്ക്. ഞാൻ നിന്നെ എടുത്ത് അതിനകത്തേക്ക് ഇടാമെന്നല്ല ദൂത്, നീ എടുത്തു ചാടാനല്ല അതിനകത്തെ ദൂത്. ഇതാ ദൂതൻ വന്നിരിക്കുന്ന നല്ല ദൂത്. പിന്നെയോ നീ ഇന്ന് പകൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന്റെ പദ്ധതി ഏതാണ്? ദൈവ ശബ്ദം.
അതിനെ അനുസരിക്ക്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ഈ 38 വർഷമായി കിടന്ന മനുഷ്യൻ തിരിച്ചൊരു വാക്ക് പറഞ്ഞു. നീ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അങ്ങനല്ല കർത്താവേ, അങ്ങനല്ല മനുഷ്യ, ഇവനെ ആരാണെന്ന് അറിയത്തില്ല, അങ്ങനല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ദൂരം വരണം, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് കുളങ്കളം അല്ല. അങ്ങനെയുള്ള വാക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവ ശബ്ദത്തിന് മുമ്പിൽ കീഴ്പ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. കാര്യം നീ ചിന്തിക്കാത്ത വഴികളാണ്, നീ വിചാരിക്കാത്ത വഴികളാണ്, നീ കണ്ടിട്ടില്ലാത്ത വഴികളാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വഴികളാണ് ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുള്ളതെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? അവരെ ഓർത്ത് ഇതാണ് ആദ്യം പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്. അത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ സമർപ്പിക്ക്. ചാടി എഴുന്നേൽക്ക്, കിടക്കയെടുക്ക്, പുറത്തേക്ക് നടക്ക്. പഴയ പാറ്റേൺ മാറ്റിവെക്ക്, പഴയ ചിന്തകൾ മാറ്റിവെക്ക്, പഴയ വിചാരങ്ങൾ മാറ്റിവെക്ക്. ദൈവത്തിന്റെ വിചാരം നിന്റെ വിചാരമല്ല, നിന്റെ വഴികൾ ദൈവത്തിന്റെ വഴികളുമല്ല. അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ ചിന്തകൾക്ക് അപ്പുറമാണ് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഹോളി സ്പിരിറ്റ് ലൗകമാന ശതിൽമാന സഗര ദിയന്തരാദലവ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ കെട്ടപ്പെട്ട ഒരു കഴുത, അതിന്റെ ഒരു കുഞ്ഞ് നാളുകളായി കെട്ടപ്പെട്ട് കിടക്കുകയാ. നാളുകളായി കെട്ടപ്പെട്ട് കിടക്കുക. എന്നാൽ അവിടെ ആ വേദഭാഗത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ, യേശു കർത്താവ് ആ ഗ്രാമത്തോടടുത്തു. യെരുശലേമിന് അടുത്തുള്ള ഒലിവുമലയ്ക്ക് അടുത്തുള്ള ബെത്ഫഗയിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഗ്രാമത്തിലേക്ക്, അവനെതിരെയുള്ള ഗ്രാമത്തിലേക്ക് അത് കെട്ടപ്പെട്ട വിഷയത്തെ അഴിക്കുവാൻ ആളുകളെ അയക്കുകയാ എന്ന് പറഞ്ഞാൽ ദൂത് കൈമാറുന്നു. നിന്റെ കെട്ടപ്പെട്ട നാളുകളായി അഴിയാത്ത ചില വിഷയങ്ങളെ അഴിക്കാൻ ദൈവം അടുത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു മീറ്റിംഗ് പോലെ ഇതായിരിക്കരുത്, ഉപവാസ പ്രാർത്ഥന പോലെ ഇതായിരിക്കരുത്. കാത്തിരിക്ക്. നീ പറ, എന്റെ അവസ്ഥയോ ഞാൻ ഇവിടെ അവസാനിക്കും, ഇവിടെ കൊണ്ട് ഞാൻ തീരുമെന്ന് കെട്ടപ്പെട്ട കഴുത പറയരുത് ഇനിയും. കാരണം കെട്ടപ്പെട്ട കഴുതയെ നിനക്ക് വേണ്ടി നിന്നെ കെട്ടഴിക്കുവാൻ, നിന്നെ സ്വതന്ത്രമാക്കുവാൻ, മുൻപോട്ട് വിടാൻ, നിന്റെ ജീവനെ തിരികെ തരുവാൻ ഇതാ കർത്താവ് അടുത്തു വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. കാരണം നീ ഒരു സാധാരണ കഴുതയല്ല. നീ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നീ സാധാരണ കഴുതയല്ല. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ആൾറെഡി ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ സക്രിയ വിളിച്ചു പറഞ്ഞൊരു വാഗ്ദത്തം. ആലുയ സിയോൻ പുത്രി, ആലുയ ഇവൻ ഇതാ കഴുതപ്പുറത്ത് കയറി വരുന്ന ഒരു ദിവസമുണ്ട്. ആ കഴുത നീയാണ്, ആ വാഗ്ദത്ത കഴുത നീയാണ്. നിന്നെ ഇപ്പോൾ കെട്ടിയിട്ടെങ്കിലും നിന്നോട് ദൂത് പറഞ്ഞിട്ടുള്ളവൻ കെട്ടപ്പെട്ടവനല്ല, അവൻ കെട്ടുകളെ അടിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഞാൻ എഴുതി വെച്ചുകൊണ്ട് വന്ന വിഷയമല്ല ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുന്ന ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുകയാണ്. നിന്റെ കെട്ടപ്പെട്ട വിഷയത്തോട് നാളുകളായി അഴിക്കാൻ കഴിയാതെ, മുൻപോട്ട് പോകാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ, അവസ്ഥകൾക്ക് മാറ്റം വരാതെ, 1-2 ഭാഗങ്ങളിൽ മാത്രം കറങ്ങി നിൽക്കുന്ന അനുഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിന്റെ തലമുറയെ മുൻപോട്ട് നയിക്കും, നിന്റെ കെട്ടഴിച്ചതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, അവന്റെ പ്രവൃത്തി അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാ ദൂത് പറയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ നാവ് ചലിക്കേണ്ടത്, അയ്യോ അവസാനിച്ചു, ഞാൻ ഇവിടെ തീരുമെന്ന് പറഞ്ഞ് അവസാനിക്കാതെ നീ തിരിച്ചു പറ, ഇല്ല, ഞാൻ വാഗ്ദത്തമുള്ളവനാണ്, എന്റെ കെട്ടഴിക്കാൻ എന്റെ കർത്താവ് അടുത്തു വന്നിരിക്കുകയാണ്, ഞാൻ മുൻപോട്ട് പോകുമെന്ന് പറ. അവിടെ കൊടുത്തിരിക്കുന്നത് സിയൻ പുത്രി, ഹല്ലേലൂയ, നിന്റെ കഴുതയുടെ പുറത്ത് ഹല്ലേലൂയ എന്റെ കർത്താവ് വാഹനമേറി എഴുന്നള്ളി വരുമെന്നുള്ള വാഗ്ദത്തം അവിടെ കിടക്കുകയാണ്. ആ വാഗ്ദത്ത കഴുത നീയാണ് കുഞ്ഞേ, നീയാണ് കുഞ്ഞെ, നീയാണ്. അതുകൊണ്ട് നീ താൽക്കാലികമായി കെട്ടപ്പെട്ട് കിടന്നാലും നീ എന്നും കെട്ടപ്പെട്ട് കിടക്കത്തില്ല. നിന്റെ കെട്ടടിച്ച് നിന്നെ മുൻപോട്ട് വിടാൻ വാഗ്ദത്തമുള്ളവനെ സ്വല്പകാലത്തേക്ക് കെട്ടിയിടാമെങ്കിലും വാഗ്ദത്തം പറഞ്ഞവനെ കെട്ടിയിടാൻ പറ്റത്തില്ല. അവൻ മുൻപോട്ട് വരികയാണ് നിന്റെ കെട്ടഴിക്കാൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, വാഗ്ദത്തമുള്ളവനെ സ്വല്പനേരം തടഞ്ഞു വെക്കാം, എന്നാൽ വാഗ്ദത്തം പറഞ്ഞവനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അവൻ നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരികയാ, അവൻ നിന്നെ വഴി നടത്താൻ വരികയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തം വലുതാണെങ്കിൽ പോരാട്ടവും വലുതാണ്. ദിവദാസനെ ദൂത് പറയുന്നു, വാഗ്ദത്തം വലുതാണെങ്കിൽ എതിരാളികൾ വലുതാകുമ്പോൾ വാഗ്ദത്തം വലുപ്പമുള്ളതായി മാറുകയാ. നിന്റെ വിട്ടം വലുതാകുക. ദാവീദിനെ നിങ്ങൾക്കറിയാം,
ദാവീദ് കാട്ടിൽ ആടിനെ തീറ്റി, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, സിംഹവും വന്നില്ല, കരടിയും വന്നില്ല, ആരും വന്നില്ല. എന്നാൽ എന്നവന്റെ തലയിൽ അഭിഷേകം വീണോ, എന്ന് അവനെ കുറിച്ചുള്ള വാഗ്ദത്തം വെളിപ്പെട്ടോ, നീ ഇസ്രായേലിന്റെ രാജാവാകുമെന്നുള്ള വാഗ്ദത്തം അവന്റെ മേൽ വെളിപ്പെട്ടോ, അന്ന് മുതൽ അവൻ ഇതുവരെ കാണാത്ത ശത്രുക്കൾ വെളിപ്പെടുകയാ. സിംഹം ചാടി വീഴുന്നു, കരടി ചാടി വീഴുന്നു, ഗോലിയാത്ത് വെളിപ്പെടുന്നു, അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ വെളിപ്പെടുന്നു. എന്താ കാര്യമെന്ന് അറിയാമോ? നീ ഇസ്രായേലിലെ സാധാരണ പൗരനാകുമെന്നുള്ള വെളിപ്പാടല്ല വെളിപ്പെട്ടിരിക്കുന്നത്, വാഗ്ദത്തമല്ല വെളിപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു കേട്ടോ. ദൈവദാസനെ ശ്രദ്ധിക്ക്, ഒരു ദൂത് കൈമാറുകയാ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും നിവർത്തിക്കും ഇടയിലുള്ള സമയം, ഒരു കമാന, ദൈവത്തിന്റെ ശബ്ദത്തിനും അതിന്റെ നിവർത്തിക്കും ഇടയിലുള്ള സമയം നീ ദൈവത്തിന്റെ കൈകളിലാണ്. ഒരു ശത്രുവിനും നിന്നെ തകർക്കാൻ കഴിയില്ല. പൊട്ടക്കിണറിന് നിന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. പൊത്തിപ്പന്റെ വീട്ടിൽ അപമാനിച്ചാൽ നീ അവസാനിക്കത്തില്ല. കാരാഗ്രഹത്തിനകത്ത് നീ അവസാനിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനും അതിന്റെ നിവർത്തിക്കും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയം അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ കയ്യിലാണ്. എത്ര പേര് ദൂതച്ചെടുക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ജയം കൊടുക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ പത്രം കൈമാറുകയാണ്. ദൈവം എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടോ? അതിനൊരു നിവർത്തിയായിട്ടില്ല. ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ഇപ്പൊ ദൈവത്തിന്റെ കയ്യിലാ. ദൈവത്തിന്റെ ശബ്ദത്തിനും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും ദൈവത്തിന്റെ പ്രോമിസിനും അതിന്റെ നിവർത്തിക്കും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയം നീ ദൈവത്തിന്റെ കയ്യിലാണ്. പൗലോസേ, നീ ദൈവത്തിന്റെ കയ്യിലാണ്. കാരാഗ്രഹത്തിനകത്തായാൽ റോമിലെ ശുശ്രൂഷ ഇല്ലാതാകത്തില്ല. ആ ഇടയ്ക്ക് കപ്പൽ ഛേദമുണ്ടായാൽ റോമിലെ ശുശ്രൂഷ ഇല്ലാതാകത്തില്ല. ആളുകളുടെ പാമ്പുകൾ ചുറ്റി കഴിച്ചു തൂങ്ങിയാൽ നിന്റെ ശുശ്രൂഷ ഇല്ലാതാകത്തില്ല. ആളൊരു കാരണം എന്താണെന്നറിയാമോ? അവൻ യെരൂശലേമിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നീ റോമിൽ നിൽക്കുമെന്നുള്ളതാ. അത് നിവർത്തിയാകുന്നത് വരെ പാമ്പ് ചുറ്റിയാലും കപ്പൽ തകർന്നാലും കാരാഗ്രഹം വെളിപ്പെട്ടാലും നീ അവസാനിക്കത്തില്ല. കാരണം നീ ദൈവത്തിന്റെ കയ്യിലാണ്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നാവുകൾ തിരിയട്ടെ. തിരിച്ചു പറ. ദൈവം എന്നോട് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. അത് നിവർത്തിയാകുന്നിടം വരെ ഏത് ശത്രു ഏത് തലത്തിൽ വെളിപ്പെട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ കയ്യിലാണ്. എത്ര പേര് അതിന്ന് വാഗൊണ്ട് ഏറ്റു പറയും? പൊട്ടക്കിണറിലാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ കയ്യിലാ. പൊട്ടിപ്പന്റെ വീട്ടിൽ അപമാനിക്കപ്പെട്ടാലും ഞാൻ ദൈവത്തിന്റെ കയ്യിലാ. കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടാലും ഞാൻ ദൈവത്തിന്റെ കയ്യിലാ. എന്നെ കാണുന്നവർ മുഴുവൻ പറയട്ടെ, ഇതോടുകൂടി അവൻ അവസാനിക്കും. ഇല്ല. അവരങ്ങനെ പറഞ്ഞാൽ ഞാനത് അച്ചടിക്കത്തില്ല. ഞാൻ പറയും, ഇല്ല, നിവർത്തിയാകുന്നിടം വരെ നിവർത്തീകരിക്കുന്ന ഒരു കർത്താവിന്റെ കരങ്ങളിലാണ് ഞാൻ. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ നായകനും അടുത്ത പൂർത്തീവരുത്തുന്നവനുമായ ഹല്ലേലൂയ. നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞാലും അബ്രഹാമി അത് നിവർത്തിയാകും. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. പ്രവചനാത്മാവിൽ ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ കൈ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചേന്. ഇന്ന് പകൽക്കാലം ആത്മാവ് നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, നിവർത്തിയാകും. നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മറക്കുന്ന ദൈവമല്ല, അവൻ വാക്കുമാറ്റുന്ന ദൈവമല്ല, പറഞ്ഞതിനെ കുറയ്ക്കുന്ന ദൈവമല്ല, അവൻ പറഞ്ഞതുപോലെ നിവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേരൊക്കെ അത് സന്തോഷമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസമാണെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ ആത്മാവ് തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാ. നിന്നോട് പറഞ്ഞ ദൂതനും അതിന്റെ നിവർത്തിക്കും ഇടയിലുള്ള സമയം നീ ദൈവത്തിന്റെ കയ്യിലാണ്. ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? നിവർത്തീകരിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. അതാണ് പൊട്ടക്കിണറ്റിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊത്തിപ്പേറിന്റെ വീട്ടിൽ ദൈവം ഇവിടെ എല്ലാം സുഖകരമായ അനുഭവമല്ല, പക്ഷേ അവിടെയെല്ലാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, നീ ദൈവത്തിന്റെ കയ്യിലാ. ഒരിക്കൽ കൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു, കൺട്രോൾ ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലാ. പൊട്ടക്കിണറ്റിലാണെങ്കിലും കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാ. ദൂതൻ അവന്റെ കയ്യിലാണ് നിന്റെ കൺട്രോൾ. നിന്റെ ഭാവി അവന്റെ കയ്യിലാ. ഹല്ലേലൂയ. പൊത്തിപ്പന്റെ വീട്ടിൽ നീ ഓടിപ്പോയാലും കൺട്രോൾ അവന്റെ കയ്യില. കാരാഗ്രഹത്തിലും കൺട്രോൾ അവന്റെ കയ്യില. അതുകൊണ്ടാണ് നീ ചെല്ലുന്നിടത്തൊക്കെ നീ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നീ തകരാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. കടിഞ്ഞാൻ ദൈവത്തിന്റെ കയ്യിലാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു.
ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലേക്ക് കിടക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന വേദഭാഗം, ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 18 വേഴ്സ് 6, അതിന്റെ ലാസ്റ്റ് വേർഡ്: ഇസ്രയേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ കർമ്മേൽ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ദൂതിതാണ്. ഇത് തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ വർഷിപ്പ് ചെയ്തപ്പോൾ, പാട്ട് പാടിയപ്പോൾ ആദ്യത്തെ പാട്ടിൽ പറഞ്ഞത്, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ദൈവത്തിന്റെ ആത്മാവ് അത് ഉറപ്പിക്കുകയാണ്. ഇസ്രയേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. യിരെമ്യാ പ്രവാചകനെ നമുക്ക് നന്നായിട്ടറിയാം. യഹൂദയുടെ ഒടുവിലത്തെ 40 വർഷത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചകനാണ്. യഹൂദ ജനത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ദുർഘടമായ കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു ബാലനാണ് ഈ യിരെമ്യാ പ്രവാചകൻ. 5 രാജാക്കന്മാരുടെ കാലത്ത് ആളുടെ ദേശത്തോട് പ്രവചിച്ച പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. ദൈവജനത്തിന്റെ മത്സരത്തെ ഓർത്ത് വിലപിച്ച പ്രവാചകന്റെ ദുഃഖവും ഹൃദയവേദനകളും നിലവിളിയും ദീർഘനിശ്വാസവും നെടുവീർപ്പും ഒക്കെ ഈ പുസ്തകത്തിനകത്ത്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബാബിലോൺ യഹൂദയെ ആക്രമിക്കുകയും യെരൂശലേം തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നൊക്കെ പറയാൻ കഴിയുന്നുണ്ട്. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറി. ഈ കാലഘട്ടത്തെ പോലെ ദൈവത്തെക്കാൾ മറ്റു പലതിലേക്കും തിരിയുകയാണ്. ശ്രദ്ധിക്കണം, ദൂതിലേക്ക് വരികയാണ്. ദൈവജനം ദൈവത്തെക്കാൾ വലുതായിട്ട് വേറെ പലതിനെയും വലുതായി കാണുകയാണ്. ആശ്രയം ദൈവത്തിൽ നിന്ന് മാറുകയാണ്. ആരാധനയും പാട്ടും പ്രവൃത്തികളും എല്ലാം ഉണ്ടെങ്കിലും, പ്രസംഗവും ഒക്കെ ഉണ്ടെങ്കിലും, നമ്പർ 1 ദൈവം എന്നുള്ള ചിന്ത മാറിയിട്ട് മറ്റു പലതിലേക്കും തിരിയുകയാണ്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. ദൈവം പറയുക, പ്രവാചകനോട് പറയുക, ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവജനത്തോട് പറയുക, ആരാധിക്കുന്നവരോട് പറയുകയാണ്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരമായി മറ്റു പലതും ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നെ കേൾക്കുന്നയോ ഇതിലെ ഇന്ന് നമ്മുടെ ജീവിത ശൈലി അങ്ങനെയല്ലേ? ദൈവത്തിന് പകരമായി, ആരാധനയ്ക്ക് പകരമായി, സ്തുതിസ്തോത്ര അർപ്പണത്തിന് പകരമായി, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് പകരമായി, ദൈവിക കൂട്ടായ്മയ്ക്ക് പകരമായി, അതിന് പകരമായി മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കുകയാ, വലുതായി കാണുകയാ. ദൈവം പറയുന്നത് 2 കൂട്ടം കാര്യമുണ്ട്. അകന്നു പോയതിനെ കുറിച്ച് അവർ പറയുന്നത്, ജീവജലത്തിന്റെ ഉറവയായി എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. അത് മാത്രമല്ല, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ നിങ്ങൾ കുഴിച്ചിരിക്കുന്നു. ഇവിടെ നഷ്ടപ്പെടുന്ന താൽക്കാലികമായ ചിലതിലേക്ക് തിരിയുകയാണ്, ഫോക്കസ് മാറുകയാണ്. നിത്യനായ ദൈവത്തിൽ നിന്ന് മാറി, കൂടെ എപ്പോഴും ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് മാറി, എപ്പോഴും ഏത് സമയത്തും നഷ്ടപ്പെടുന്ന ഭൗതിക മണ്ഡലങ്ങളിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, ന്യായവിധി ഉണ്ടാകും, ശത്രുക്കൾ നിങ്ങളുടെ മേൽ കയറും, നിങ്ങളുടെ നന്മ അപഹരിക്കപ്പെടും, സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. ഇത് പ്രവചിക്കാൻ ദൈവം വിളിച്ചിറക്കിയ പ്രവാചകനാണ് ബാലനായ യിരെമ്യാവ്. യിരെമ്യാവിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എടാ കുഞ്ഞേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിനക്കറിയാമോ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വേർതിരിച്ചതാണ്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചതാണ്. ശ്രദ്ധിക്കണമേ, ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിയാട്ടെ. ദൈവം ഇതിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇതാണ്. നമ്മുടെ അമ്മ ആൾറെഡി ഞാനും നീ ഉദരത്തിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്റെയും നിന്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്നലെയല്ല എന്നെ ദൈവം തെരഞ്ഞെടുത്തത്, ഞാൻ ഉലക സ്ഥാപനത്തിന് മുൻപേ ദൈവം തെരഞ്ഞെടുത്തു. ഇവിടെ യിരെമ്യാവിനോട് പറയുകയാണ്, നിന്നെ കണ്ടതെന്നറിയാമോ? നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ?
ആ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ നാവിൽ ദൈവം ദൂതുകൾ കൈമാറുകയായി ദൈവജനത്തോട് പറയാൻ. ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകുന്ന ദൈവജനത്തോട് ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കുന്ന, ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്നവരോട് പറയുകയാണ്, സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂത് ഇതാണ്: ദൈവത്തിന്റെ പകരമായി വേറെ എന്തെങ്കിലും ആശ്രയിച്ചാൽ സൂക്ഷിച്ചോ, നഷ്ടപ്പെടും, ശത്രുക്കൾ കയറും, അപഹരിക്കപ്പെടും. ഇങ്ങനെയുള്ള ദൂതന് എന്തോ കിട്ടുകയില്ല, കയ്യടി കിട്ടുകയില്ല. മടങ്ങി വരണം. മടങ്ങി വരുന്ന ദൂതന് ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്റ്റേജുകൾ കിട്ടുകയില്ല. എന്നാൽ ദൈവത്തിന് അന്നും ഇന്നും പറയാനുള്ള ദൂത് ഇതാണ്: എന്നാൽ നിങ്ങൾ അടുത്തു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്തു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം ഇതിലെ ഏത് ദൈവശബ്ദവും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് പ്രസംഗവും, യേശു കർത്താവിന്റെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ ദൈവസന്നിധിയിലേക്ക് അടുത്ത് യേശു കർത്താവിന്റെ അടുക്കലേക്ക് ദൈവജനം കേൾക്കാൻ വരുന്നവരോടെല്ലാം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്: ഭയപ്പെടേണ്ട. രണ്ടാമത് ധൈര്യമായിരിക്കുക. മൂന്നാമത് സമാധാനത്തോടെ പോകാം. ഇന്ന് പകൽക്കാലവും ഈ വൈദ്യസമയത്തും ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ദൂത്, വചനത്തിന് പറയാനുള്ള ദൂത്: നിങ്ങൾ ഭയപ്പെടേണ്ട. ഏത് വിഷയത്തോടെ കടന്നുപോയാലും നിങ്ങൾ ആഗ്രഹത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഏത് വചനത്തിലൂടെയാണെങ്കിലും നിങ്ങളുടെ പറഞ്ഞ സന്ദേശം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കണം. മൂന്ന്, സമാധാനത്തോടെ പോകണം, സമാധാനത്തോടെ ആയിരിക്കണം. ദൈവത്തിന് പറയാനുള്ളതാ. പൗലോസിന്റെ പ്രസംഗം നോക്കുക. പൗലോസിന് പറയാനുള്ളത്: നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഇരിക്കണം, നിങ്ങൾ ഉണർന്നു, നിങ്ങൾ പ്രത്യാശയോടുകൂടി, നിങ്ങൾ ധൈര്യത്തോടുകൂടി ഇരിക്കണം. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു സ്വഭാവം. ഇതാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. നമ്മുടെ ഹൃദയം ദൈവ മുൻപാകെ പകരുവാനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, പകരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവത്തിൽ പറയാനൊരു കാര്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറയുക മാത്രമല്ല, ദൈവം തിരിച്ചിങ്ങോട്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. ദൈവം നമ്മളോട് തിരിച്ചു സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അത് വചന ധ്യാനത്തിലൂടെയും ദൈവശബ്ദത്തിലൂടെയുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വൈദ്യസമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് പകരമായി വേറൊന്നിനെയും പ്രതിഷ്ഠിക്കരുത്. പ്രതിഷ്ഠിച്ചാൽ അത് നഷ്ടപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്നെ കണ്ട് നിന്റെ അവസ്ഥകൾ അറിഞ്ഞ് നിന്നെ സഹായിക്കുവാൻ ഒരു പ്രത്യേക പാക്കേജുമായി നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. അവന്റെ പദ്ധതി നീ വിചാരിക്കാത്ത പദ്ധതിയാണ്. എന്നാൽ പകൽക്കാലം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. വർഷം ഞാൻ പെന്തക്കോസുകാരനാണ്, ഞാൻ 25 വർഷമായി 30 വർഷമായി പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്, പ്രവചിക്കുന്ന ആളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ നിന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രതയുള്ളതാണോ? പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതയില്ലായ്മയോടുകൂടി നിർമ്മലത നഷ്ടപ്പെട്ട നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് ഈ രാത്രികാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം, പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് ആരെയാണ്? ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആരെയാണ്? ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കും ദൈവത്തിന്റെ പേരില് യഹൂദിയോട് അന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് വിളിച്ചു പറയുന്നു: ന്യായവിധി ഉണ്ടാകും, നഷ്ടപ്പെടും, ശത്രുക്കൾ. എന്നാൽ മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ പണിയും. ദാവീദ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കും പറയാൻ കഴിയണം, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ എന്റെ പ്രയോറിറ്റി ദൈവമാണ്, എന്റെ പ്രയോറിറ്റി ആരാധനയാണ്, എന്റെ നമ്പർ 1 എന്റെ പ്രാർത്ഥനയാണ്, എന്റെ നമ്പർ 1 എന്റെ കൂട്ടായ്മയാണ്, എന്റെ നമ്പർ 1 ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. എന്താ ദാവീദ് ഗോലിയാത്തിന്റെ വലുപ്പത്തെ കുറിച്ച് പറയാഞ്ഞത്? ബാക്കി എല്ലാവരും ഗോലിയാത്തിന്റെ വലുപ്പത്തെ കുറിച്ച് പറഞ്ഞു. ദാവീദ് എന്താ സിംഹത്തെ കുറിച്ച് പറയാത്തത്, കരടിയെ കുറിച്ച് പറയാത്തത്? എന്താന്ന് ചോദിച്ചാൽ, ദാവീദ് അവരെ കാണുന്നതിനേക്കാൾ വലുതായിട്ട് ആരെയാ കാണുന്നത് അറിയാമോ? അവന്റെ ദൈവത്തെയാ. കാരണം പറഞ്ഞ, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ ദാവീദിനെ ശൗലിന്റെ മുൻപിൽ വെച്ചെന്നല്ല, ഗോലിയാത്തിനെ മുൻപിൽ വെച്ചെന്നല്ല, പിന്നെയോ സിംഹത്തെ മുൻപിൽ വെച്ചെന്നല്ല, പിന്നെയോ അവരെക്കാൾ വലിയവനായ എന്റെ ദൈവത്തെ ഞാൻ മുൻപിൽ വെച്ചിരിക്കുന്നു.
ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നങ്ങളെ മുൻപിൽ വെക്കാതെ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവത്തെ മുൻപിൽ വെക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. വിഷയങ്ങളുണ്ടോ? സിംഹമുണ്ട്, കരടിയുണ്ടോ? ഉണ്ട്. ഗോലിയാത്തുണ്ടോ? ഉണ്ട്. പക്ഷെ നീ അവരുടെ വലുപ്പത്തെ കാണാതെ നിന്റെ ദൈവത്തിന്റെ വലുപ്പത്തെ കാണാം. നിന്റെ കൺമുൻപിൽ വെക്കേണ്ടത്, നിന്റെ കൺമുൻപിൽ നിൽക്കേണ്ടത് നിന്റെ ദൈവമായിരിക്കണം. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ടോ? നീ നിന്റെ ദൈവത്തെ കുറിച്ച് പറ, നിന്റെ പ്രശ്നത്തെ കുറിച്ച് പറയാതെ നീ അതിനേക്കാൾ വലിയവനായി നിന്റെ ദൈവത്തെ കുറിച്ച് പറയണമെങ്കിൽ നിന്റെ കൺമുൻപിൽ ആരായിരിക്കണം? ദൈവമായിരിക്കണം. ദിവസനെ പരിശുദ്ധാത്മാ പറയുന്ന ദൂതാ ഞാൻ ഈ വിളിച്ചു പറയുന്നത്. പലപ്പോഴും നമ്മൾ അയ്യോ അത് പ്രശ്നം ഇത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. നീ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ബാക്കിലാണ്. നിന്റെ ആ പ്രശ്നത്തിന്റെ പുറകിലേക്ക് നീ മാറ്റി കളഞ്ഞിട്ട് നീ പ്രശ്നത്തെ മുൻപിൽ വെച്ചിരിക്കുക, ഗോലിയാത്തിനെ മുൻപിൽ വെച്ചിരിക്കുക, സിംഹത്തെ മുൻപിൽ വെച്ചിരിക്കുക, കരത്തെ മുൻപിൽ വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം തിരിച്ചു പറ, ഇല്ലെന്നുണ്ടെങ്കിൽ അവരെക്കാൾ വലിയവനെ സിംഹത്തെക്കാൾ വലിയവനെ ഗോലിയാത്തിനേക്കാൾ വലിയ ഗോലിയാത്തിന്റെ നീളവും വീഴുന്ന വിഷയമല്ല. എന്റെ ദൈവം എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ഞാൻ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഒരു പാസ്റ്റർക്ക് നിന്റെ മുൻപിൽ ദൈവത്തെ വെക്കാൻ പറ്റുകയില്ല. നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നിന്റെ ദൈവത്തെ മുൻപിൽ നീ തന്നെ, അതാ ദാവീദ്, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നീ തന്നെ നിന്റെ ദൈവത്തെ മുൻപിൽ വെക്കണം. ഇവിടെ ശ്രദ്ധിച്ച് മടങ്ങി വരാം. ദൈവാത്മാ പറയുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് മടങ്ങി വരാം. യിരെമ്യാവിന്റെ പുസ്തകത്തിനകത്ത് മടങ്ങി വരുന്നവരെ പണിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഈ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന വിധത്തിൽ ഞാൻ അതിന് 3 ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഭാഗത്ത് തകർന്നിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ നീ ഭാരപ്പെടാതെ, നീ വന്നിരിക്കുന്നത് നിന്നെ പണിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ്. തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം. രണ്ടാമത്, പരിഹസിക്കപ്പെട്ടവരെ നന്നാവത്തില്ല, രക്ഷയില്ല, ഇനിയും ഗുണം പിടിക്കത്തില്ല, ഇവനെ കൊണ്ട് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽ രാത്രി കാലം പറയാൻ പോകുന്നത്. തകർന്നതിനെ പണിയുന്ന ഒരു ദൈവത്തെ കുറിച്ച്, പരിഹസിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച്, അല്ലിയ മണ്ണിനെ അത്ഭുതമാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്ര പേർക്ക് ഈ കേൾക്കാൻ താല്പര്യമുണ്ട്? സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ശ്രദ്ധിക്കണം. ഈ 18-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ ദൈവം യിരെമ്യാവിനോട് സംസാരിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. എല്ലാ മണ്ഡലങ്ങളിലും, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, ദൈവത്തിന്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കറിയാം, ആരാധന കഴിഞ്ഞ് പാപം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഹാബേലും കായീനും പക്ഷെ മുഖം ഒരുത്തന്റെ മുഖം വാടി. അവന് പാപം ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടായി. പാപം അവന്റെ വാതിൽക്കൽ നിൽക്കുക, ഏത് സമയത്തും അവനിലേക്ക് കയറും. പെട്ടെന്ന് ദൈവം ഇറങ്ങി വന്നിട്ട് പറയാ, കൈനേ, പേര് വിളിച്ച് പറയാ, കൈനേ. കണ്ടോ, സംസാരിക്കുന്ന ദൈവം. കൈനേ, നിന്റെ മുഖം വാടുന്നത് എന്ത്? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ മോഹം നിന്നോടാണ്, സൂക്ഷിക്കണം. കണ്ടോ, സംസാരിക്കുന്ന ദൈവം. ഇന്ന് ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ഏത് സമയത്തും ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടും. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നീ ശക്തിയില്ലാതിരിക്കുകയാണോ? ശക്തിയില്ലാതിരിക്കുകയാണോ? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ കൊടുത്തൊരു വാഗ്ദത്തമാണ്, നിനക്ക് സന്തതിയെ ഞാൻ തരും. സന്തതിയില്ലാത്ത അവൻ സന്തതിയെ തരും. 75 വയസ്സായി, സന്തതിയെ തരും. നല്ല ദൂതാണ്, നല്ലൊരു വാഗ്ദത്തമാണ്. പക്ഷെ മുൻപോട്ടുള്ള കാലയളവിൽ ദൈവത്തോട് കൂടെ അവൻ നടക്കുമ്പോഴും സന്തതി കിട്ടില്ല. പക്ഷെ ഇടക്കിടക്കൊക്കെ ദൈവം ഇറങ്ങുമെന്ന് പറയും, ഇവിടെ ആകാശത്തേക്ക് നോക്ക്, കടൽക്കരയിലേക്ക് നോക്ക്, നക്ഷത്രത്തെ കണ്ടോ, മണൽത്തരിയെ കണ്ടോ, ഇതുപോലെ ഞാൻ സന്തതിയെ തരും. ദൂതകൾ ആവർത്തിക്കപ്പെടുകയാണ്.
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യലേ, ദൂത് നിവർത്തിയായില്ലെങ്കിലും ദൈവം അതേ വിഷയത്തിൽ ആവർത്തിച്ചു നിന്നോട് ദൂത് പറയുന്നുണ്ടെങ്കിൽ നീ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. കാരണം ദൈവം മറന്നിട്ടില്ല, മറക്കുന്നവനല്ല. 12-ാം അധ്യായത്തിൽ 75-ാമത്തെ വയസ്സിൽ ദൂത് പറഞ്ഞ് ആ ദൂത് അവിടെ കൊണ്ട് അവസാനിക്കാതെ 13-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് മറന്നിട്ടില്ല, നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചേറ്റു പറ. ഇങ്ങനെ മുൻപോട്ട് പോവുകയായി. ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു, ദൂത് ഇതുവരെ നിവർത്തിയായിട്ടില്ല, തലമുറയെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അബ്രഹാമും സാറയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ അബ്രഹാം സാറയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ ചിന്തകളിൽ ഒരു കാഴ്ച വെളിപ്പെട്ടു. അവളുടെ നിർജീവത്വം അവൻ അറിഞ്ഞു. ഓ, ഇനിയും അത് നിവർത്തിയാകാൻ സാധ്യമല്ല. ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ അറിഞ്ഞു. അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അയ്യോ, ശരീരത്തിന്റെ ബലഹീനത അവൻ കണ്ടു. അവൻ സ്വയം പറയുകയാണ്, ഇല്ലില്ല, ഇനിയും തലമുറ ഉണ്ടാകത്തില്ല, വാഗ്ദത്തം നിവർത്തിയാകത്തില്ല, അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ നിമിഷം 17-ാം അധ്യായത്തിൽ പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന അവസ്ഥ പറഞ്ഞത്. ദൈവം അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, അബ്രഹാമേ, നീ കണ്ടതും കേട്ടതും സത്യമാണ്, നിനക്ക് ശക്തിയില്ല, പക്ഷേ നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ ദൈവമക്കളെ അവിശ്വസിക്കരുത്. കാലങ്ങൾ താമസിച്ചാലും അവിശ്വസിക്കരുത്. കർത്താവ് മറന്നിട്ടില്ല. കർത്താവ് വാഗ്ദത്തം പറഞ്ഞവൻ ശക്തിയില്ലായ്മ വന്നിട്ടുള്ളവനല്ല. അവൻ ഇപ്പോഴും സർവശക്തിയുള്ള ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ്. വിശ്വസിക്കുന്നവർ എന്റെ കാര്യം നടത്തിത്തരാൻ അവൻ മതിയായവനാണ്, സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്താട്ടെ. അവിശ്വാസങ്ങൾ ശാസിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് വന്നിട്ട് പറയുക, അബ്രഹാമേ, നീ കണ്ടത് സത്യമാണ്, നീ അറിഞ്ഞത് സത്യമാണ്, നിനക്കും നിന്റെ ഭാര്യയ്ക്കും വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടെന്ന ശക്തിയില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ 24 വർഷങ്ങൾക്ക് മുൻപ് ഈ വാഗ്ദത്തം പറഞ്ഞ എന്നെ നോക്ക്, ഞാനിപ്പോഴും അവിടെ പ്രത്യക്ഷനായിരുന്ന ഞാനിപ്പോഴും സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം നടത്തിത്തരാൻ ഞാനിപ്പോഴും മതിയായവനാണ്. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. വാഗുണ്ട് പറ, എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ എന്റെ ദൈവം ഇപ്പോഴും സർവശക്തിയുള്ള ദൈവമാണ്. പറഞ്ഞ പറ, എന്റെ ദൈവത്തിന് സകലതും കഴിയുന്നു, അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഇയ്യോബ് പറയുന്ന വാക്ക് എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലേ നീ ആവർത്തിച്ചു പറ, ഇന്ന് പകൽ ദൈവത്തെ ശക്തീകരിക്ക, നിന്റെ നാവിലൂടെ ദൈവത്തെ ഉയർത്ത. കാരണം ദൈവപ്രവർത്തിക്കുള്ള സമയമായി. അവൻ കെട്ടഴിക്കുവാൻ അടുത്തിരിക്കുന്നു. നിന്നെ നിന്റെ തലമുറയും മുൻപോട്ട് നടത്തുവാൻ നിനക്ക് അവൻ പരിചയായും മഹത്വമായും തല ഉയർത്തുന്നവനായും വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാ ദൂത് കൈമാറുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തന്നെ അവർ തന്നെ നിന്റെ തലമുറയും കാണുമ്പോൾ ഉത്തരം വെളിപ്പെട്ടു എന്ന് പറയത്തക്കവണ്ണമുള്ള ദൈവപ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടാൻ പോകുന്നു പരിശുദ്ധാത്മാ ദൂത് കൈമാറുക. ആ കഴുതയെ നിങ്ങൾ നോക്കിയാട്ട്, കെട്ടടിഞ്ഞ കഴുത കെട്ടടിഞ്ഞു പോവുകയല്ല ചെയ്തത്. നോക്കിയാട്ട് പേര് മാറുകയാ, അഡ്രസ്സ് മാറുകയാ. ആ കഴുതയെ കൊണ്ടുവന്ന് ആളുകൾ അവന്റെ പുറത്ത് തുണിയിട്ട് ആ കർത്താവിനെ വാഗ്ദത്തം തന്നവനെ അതിനകത്ത് കയറ്റിയിരുത്തി. നോക്കട്ടെ, ഒരു എഴുന്നള്ളത്ത് നിങ്ങൾ കണ്ടോ? സകലരും കാണുക. നോക്കിയാട്ട് ഇപ്പോൾ അഡ്രസ്സ് മാറി കേട്ടോ. കെട്ടപ്പെട്ട കഴുതയെന്നല്ല, കെട്ടടിഞ്ഞ കഴുതയെന്നല്ല, പിന്നെയോ കർത്താവ് വാഹനമേറിയ കഴുത. അതുകൊണ്ടാണ് കഴുതയുടെ സാക്ഷ്യം ഇതാണ്, അവനെന്റെ പരിചയവും അവനെന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ദൈവദാസനെ, നിന്റെ തല ഉയർത്തത്തക്കവണ്ണമുള്ള ദൈവപ്രവർത്തികൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയെ വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്തോ, സന്തോഷിച്ചോ, സ്തോത്രം ചെയ്തോ. നീ ഭാരപ്പെടാതെ നിന്റെ തലമുറയെ നോക്കി ഭാരപ്പെടാതെ, സഹോദരിയെ ഭാരപ്പെടാതെ നിന്റെ തല ഉയർത്തത്തക്കവണ്ണം നിന്റെ തലമുറയെ മുൻപോട്ട് നയിക്കാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ അടുത്തു വന്നിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്കായി അടുത്തു വന്നിരിക്കുന്നു. ഏത് സമയത്തും കെട്ടഴിഞ്ഞാൻ മുൻപോട്ട് കുതിക്കാൻ പോകുകയാ. ഓ, ദൈവം എന്റെ മേൽ വാഹനമേറിയെന്ന്, എന്റെ മുകളിൽ ദൈവം ഉണ്ടെന്ന് സകലനും കാണാൻ പോകുകയാണ്. ഓ, അവന്റെ ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു.
വീണ്ടും വീണ്ടും ദൈവാസനെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ദൈവാത്മാവ്. അപ്പോ നോക്കട്ടെ, 17-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങിയിട്ട് പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. കണ്ട, അവരെ ബലപ്പെടുത്തുകയാണ്. അടുത്ത വർഷം തലമുറ അവരുടെ കയ്യിൽ വന്നു. കണ്ട, ദൈവത്തിന്റെ ഇതല്ലേ, അവന്റെ ശക്തി അവൻ വെളിപ്പെടുത്തി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, ഭാരപ്പെടണ്ട. മുൻപോട്ട് പോകാൻ എനിക്ക് ശക്തിയില്ല, അതിനുള്ള കഴിവില്ല, വാതിൽ തുറക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് ഫിലദൽഫിയ സഭയോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഭാരപ്പെടേണ്ട. ദൈവം ഇതിലേ നിന്റെ ബലഹീനതയെ അവൻ അറിയാം, നിന്റെ ശക്തിയില്ലായ്മയെ അവൻ അറിയാം, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിവില്ലെന്ന് അവൻ അറിയാം, അതിനുള്ള വാതിൽ തുറക്കാനുള്ള ആരോഗ്യം നിനക്കില്ലെന്നുള്ളത് അവൻ അറിയാം, സാഹചര്യം നിനക്കുള്ളത് ഇല്ല എന്നുള്ളത് അവൻ അറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അത് അടച്ചുകൂടാ. നിന്റെ ശക്തിയില്ലായ്മ കൊണ്ട് നിനക്ക് തുറക്കാൻ കഴിയത്തില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാതിൽ തുറക്കാൻ കഴിവുള്ള ഒരുവനെ കുറിച്ചാണ് പുസ്തകം പറയുന്നത്. ഇത് പകൽക്കാലം ദൈവദാസനെ ദൂത് ഭാഷ മുൻപോട്ട് പോകാൻ കഴിയാതെ വാതിലുകൾ അടഞ്ഞിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അത് അറിയാവുന്നവൻ, നിനക്ക് കഴിവില്ല എന്നറിയാവുന്നവൻ, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിവില്ല എന്നറിയാവുന്നവൻ, വാതിൽ തുറക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാതിൽ തുറക്കാൻ പോകുകയാണ്. ആ വാതിൽ പിന്നെ അടയ്ക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു, വഴി തുറക്കാൻ പോകില്ല. വിശ്വസിക്കുന്നവർ പെരുവഴി തുറക്കാൻ പോകില്ല, വിശ്വസിക്കുന്നവർ ചങ്ങടി വൻപാൻ തുറക്കാൻ പോകില്ല, വിശ്വസിക്കുന്നവർ മരുഭൂമിയിൽ പെരുവഴി തുറക്കാൻ പോകില്ല, വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒപ്പിച്ചത് ഏറ്റെടുത്താക്കാൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് ആ വാക്ക് പറഞ്ഞത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും എന്റെ ശബ്ദത്തിനകത്ത് നീ മുറുകെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ആ വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല, നീ തോൽവിയിലിരിക്കുകയാണെങ്കിൽ, യോശുവയുടെ പുസ്തകത്തിനകത്തുണ്ട്, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം ദിവസനെ എഴുതി വെച്ചുണ്ട്. യോശുവയുടെ പുസ്തകം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നിരന്തരമായ ജയത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ പട്ടണത്തിന് മുമ്പിൽ തോൽവി. മുൻപിൽ നിന്ന് നയിച്ച യോശുവയും ജനവും തോറ്റു. ഹായ് പട്ടണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു, തകർന്നുപോയി. എല്ലാവരും ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാ. തോൽവിയുടെ നായകനായി യോശുവ നിൽക്കുകയാ. വിരൽ ചൂണ്ടുന്ന ആളുകളുടെ മുൻപിൽ തകർന്നു നിൽക്കുകയാ. അവിടെ ഇതാ ദൈവം ഇറങ്ങി വന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. കണ്ടോ, നിരാശപ്പെട്ട് നിൽക്കുക, വിഷാദിച്ച് നിൽക്കുക, ഭയപ്പെട്ട് നിൽക്കുക. കാരണം ജീവിതത്തിൽ തോറ്റു. ഇന്ന് പകൽക്കാലം തോൽവിയിലൂടെ കടന്നു പോകുന്ന ചില ജീവിതം നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടണ്ട, വിഷാദിക്കുകയും അരുത്. ജയിപ്പിക്കാൻ ദൈവം ഇറങ്ങി വരാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചില പരാജയങ്ങളെ ജയമാക്കി മാറ്റാൻ ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ദൂത് കൈമാറുകയാണ്. ചില തോൽവികൾ, പ്രതീക്ഷിക്കാത്ത ചില തോൽവികൾ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ നിരാശപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടണ്ട, നീ വിഷാദിക്കുകയും അരുത്. യോശുവയെ, നീ ഭയപ്പെടരുത്, നിന്നെ വിളിച്ചത് ഞാനാണ്, ആളുകൾ നിന്റെ കൂടെ നിൽക്കുന്നത് ഞാനാണ്. നോക്കിയിട്ട് അടുത്ത വാക്ക്, യോശുവയെ ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം നീ ഹായി പട്ടണത്തിന് നേരെ നീട്ടുക. 8-ാം അധ്യായം പിന്നീട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. 8-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ നീ എന്ത് ചെയ്യണം? നീ ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. എവിടെയാണോ തോറ്റത് ആ വിഷയത്തെ നോക്കിക്കൊണ്ട് കുന്തം പിടിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞു. കുന്തം എറിയാൻ പറഞ്ഞില്ല, നിന്റെ പ്രാർത്ഥന തുടരാൻ പറയുക. ഇന്ന് പകൽക്കാലം ആ വിഷയം വീണ്ടും തിരിച്ചെടുത്ത് പോയി എന്ന് പറയാതെ ആ വിഷയത്തെ മുൻപിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ പരിശുദ്ധം പറയുന്നു, തോറ്റ വിഷയത്തെ ജയിപ്പിക്കാൻ ദൈവം ഇറങ്ങി വരാൻ പോകുക. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുക. ഹായി പട്ടണത്തിലല്ലേ നീ തോറ്റത്? നീ ഒരു കാര്യം ചെയ്യുക, ആ പട്ടണത്തെ നോക്കി കുന്തം പിടിച്ചോണ്ട് നിൽക്ക്. അങ്ങനെയാണ് പറയുന്നത്. 18-ാം വാക്യം. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ നീട്ടുക, അത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്യുന്നു. ആ സമയത്ത് യോശുവ തന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ നീട്ടി. അനുസരിക്കുന്ന ദൈവദാസനെ ആൾറെഡി അനുസരിക്കുന്ന ഒരാളെ കണ്ടോ?
അയ്യോ യുദ്ധം ചെയ്താലല്ല ജയിക്കത്തുള്ളൂ, ഞാനല്ലേ ഇത്ര നാൾ യുദ്ധം, അതൊന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. നീ ഭയപ്പെടരുത്, തോൽവിയിൽ നീ ഭയപ്പെടരുത്, നീ വിഷാദിക്കുകയും വരുത്. നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ കുന്തം എടുത്ത് എവിടെയാണോ തോറ്റത്, ഏത് വിഷയത്തിലാണോ തോറ്റത്, ഹായി എന്ന് തോറ്റത്, ഹായി പട്ടണത്തിന് നേരെ കുന്തം പിടിച്ചോണ്ട് നിൽക്ക്. നിന്റെ ദൈവാത്മാ പറഞ്ഞു, ആ പ്രാർത്ഥന, ആ വിഷയത്തെ നോക്കി ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്, ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്, ആ തോൽവിയുടെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. അതിന്റെ 26-ാം വാക്യം, ഹായി പട്ടണക്കാരെല്ലാം നിശേഷം നശിപ്പിക്കും വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. കണ്ടോ, ജയം തരുന്നിടം വരെ ആളുടെ ദൈവം ആ വിഷയത്തിൽ നിനക്ക് ജയം തരാൻ പോകുക. ദൈവം ഹായി പട്ടണത്തിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുക. നിന്റെ പരാജയത്തെ ജയമാക്കി ദൈവം മാറ്റാൻ പോകുക. എന്നാൽ നിന്റെ പ്രാർത്ഥന അത് കിട്ടുന്നിടം വരെ നിർത്തരുത്. ദൈവദാസനെ ഈ ദൂത് സഭയോടെ കൈമാറുകയാ. വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോവുക. ദൈവജനമേ, വിഷയം, പരാജയപ്പെട്ട വിഷയം, തോൽവിയുടെ വിഷയം, ആരും നടക്കാത്ത വിഷയം, തകർന്നുപോയ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ആ കുന്തം പിടിച്ചോ, ആ വിഷയത്തെ നോക്കിക്കൊണ്ട് കുന്തം പിടിച്ചോ, ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് നിന്റെ കയ്യിൽ ജയം തരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാ ദൂത് കൈമാറുകയാ. എത്ര പേർക്ക് ഈ ദൂതൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇങ്ങനെ ദൈവാത്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, തോൽവിയുടെ നടുവിലും സംസാരിക്കുന്ന ദൈവമാണ്. ദൈവദാസന്മാരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിനകത്ത് ഒരു 9-ാം വാക്യത്തിനകത്ത് പൗലോസ് കൊരിന്തിൽ വചനം ശുശ്രൂഷിക്കുക. എന്നാൽ വേണ്ടതുപോലെ ആളുകൾ ഏറ്റെടുക്കാതെ തിരസ്കരിക്കപ്പെടുകയാണ്. വേണ്ടതുപോലെ ആളുകൾ ഏറ്റെടുക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ പൗലോസ് പറയാണ്, ഇല്ലില്ല, ഞാൻ ഇനി ഇവിടെ പ്രസംഗിക്കില്ല, ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിന്റെ അവിടം വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന, ആ പ്രസംഗിക്കത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന പത്രോസിന്റെ അടുക്കൽ അതിന് 9-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്ന് പറയുന്നു. നീ പ്രസംഗിക്കുന്നത് വേണ്ടതുപോലെ ആളുകൾ ഏറ്റെടുത്തില്ലെങ്കിലും, അവർ നിനക്കെതിരെ സംസാരിച്ചാലും, ഹല്ലേലൂയ, നിനക്കെതിരെ പ്രവർത്തിച്ചാലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, പൗലോസേ, ഹല്ലേലൂയ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ദൈവദാസനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് ഇതാണ്. എന്റെ ഈ പ്രസംഗത്തിന്റെ, ഈ വചനത്തിന്റെ എല്ലാം ആകത്തുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ട്. കെട്ടുകൾ അഴിയും, തോൽവികൾ ജയമായി മാറും, നിരാശകൾ മാറും, ഭയങ്ങൾ മാറും. ദൈവം ചില തോറ്റ വിഷയങ്ങളെ ജയമാക്കി നിങ്ങളുടെ കയ്യിൽ തരും. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകൾ തോറ്റ ചില മണ്ഡലങ്ങളിൽ ദൈവം വിടുതൽ തരാൻ പോവുകയാണെന്ന് സഭയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. നീ ചിന്തിക്കാത്ത ചില ദൈവത്തിന്റെ പദ്ധതികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരു പ്രസംഗ കേൾവിയായിട്ട് നിങ്ങൾ ഇത് കേൾക്കാതെ ഇത് ദൂതുകൾ കൈമാറുകയാണ്. നിരത്തി ദൈവാത്മാവ് ദൂത് സംസാരിക്കുകയാ. നീ പ്രസംഗിച്ചിട്ടും ആളുകൾ വേണ്ടതുപോലെ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, പൗലോസ് പറയാണ്, ഇനി ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് പൗലോസിനോട് ദൈവം ഇറങ്ങിവെന്ന് പറയുകയാണ്, നീ ഭയപ്പെടാതെ. അപ്പൊ ഭയപ്പെട്ടു. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. അടുത്ത വാക്ക്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്തെന്തോ ചെയ്തില്ല, ഒരു ദോഷവും ചെയ്യുകയില്ല. ഇവിടെ നിനക്ക് ധാരാളം ദൈവപ്രവൃത്തി ഉണ്ട്. ഇവിടെ നിനക്ക് ധാരാളം ജനമുണ്ട്. റിക്കമാന ദൈവദാസനെ, ഹല്ലേലൂയ, ധാരാളം ജനം അവിടെ ഉണ്ട്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കരുത്. നീ പ്രസംഗിച്ചോ, ആര് കേട്ടാലും ഇല്ലെങ്കിലും പ്രസംഗിച്ചോ. നീ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വരും. ദൈവം അരുളി ചെയ്ത അരുളപ്പാട്, നീ പ്രസംഗിച്ച കാലങ്ങൾ പ്രസംഗിച്ചിട്ടോ ആരും കേൾക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. നീ പ്രസംഗിച്ചോ. നിന്റെ വീട്ടിലോ, നിന്റെ ദേശത്തോ, നിന്റെ സഭയിലോ ആരും വേണ്ടതുപോലെ അത് കൈക്കൊണ്ടില്ലെങ്കിലും, നോഹേ, നീ അത് പ്രസംഗിച്ചോ. നീ പ്രസംഗിച്ചതിനെ ഉറപ്പിക്കാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും.
നോഹയപ്പച്ചനോട് പറയുക, നീ പ്രസംഗിച്ചോ. അവൻ നിർത്താതെ പ്രസംഗിച്ചു. മഴ പെയ്യും, ന്യായവിധി ഉണ്ടാകും, മഴ പെയ്യും, ന്യായവിധി ഉണ്ടാകും. ആരും അതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട്, കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ആരും അത് ഏറ്റെടുത്തില്ല. പക്ഷേ പ്രസംഗം നിർത്തിയില്ല, പ്രസംഗിച്ചു. ഒരു ദിവസം ഈ ദൂത് ഞാൻ കൈമാറുക, കരങ്ങളിൽ എടുത്ത് നിന്റെ കൈ തരിക. ഒരു ദിവസം നീ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എത്ര പേർക്ക് സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കാതെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ആ ദൂതെടുത്ത് വിളിച്ചു പറ, ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ല. ശത്രു പറയും നീ ഒറ്റയ്ക്കായി. ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കായി, നിന്റെ കൂടെ ആരുമില്ലെന്ന് ശത്രു പിശാച് നിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിനകത്തേക്ക് അത് കയറ്റുമ്പോൾ, നീ തിരിച്ച് അവനെ ശാസിച്ചുകൊണ്ട് പറ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ഒരു ദൈവ ശബ്ദം എന്റെ കൂടെ ഉണ്ട്. പറ, ദൈവം സംസാരിക്കുന്നത് കുഞ്ഞെ, ദൈവം സംസാരിക്കുകയില്ല. നിനക്ക് വേണ്ടി ഇറങ്ങി ദൈവം നിന്നോട് സംസാരിക്കുകയില്ല. ഇവിടെ ഏതാണ് 18-ന്റെ ആദ്യത്തിൽ യെരമ്യാവിനോട് ദൈവം പറയുക, കുഞ്ഞേ എവിടുന്ന് എഴുന്നേൽക്ക്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ല്. അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും. അല്ലെ, ദൈവം പറഞ്ഞിടത്ത് പോയാൽ ദൈവം പറഞ്ഞതുപോലെ നിന്നോട് ഇടപെടും. അനുസരിക്കുന്ന യിരെമ്യാവേ, എത്ര പേർക്ക് അനുസരണം ദൈവസഭയോട് പറയുന്നു, അനുസരിക്ക്, ദൈവ ശബ്ദത്തെ അനുസരിക്ക്. അത് നീ നിന്റെ ബുദ്ധി കൊണ്ട് അളക്കാതെ. പരിശുദ്ധാത്മാവ് സഭയോട് ഇച്ചിരി കഠിനമായ സ്വരത്തിൽ പറയുന്നു, ദൈവ ശബ്ദത്തെ നിന്റെ ബുദ്ധി കൊണ്ട് അളക്കാതെ, സാഹചര്യം കൊണ്ട് അളക്കാതെ, പശ്ചാത്തലം കൊണ്ട് അളക്കാതെ, ദൈവ ശബ്ദത്തെ അനുസരിക്ക്. ദൈവാസന എനിക്കറിയില്ല, ദൈവാത്മാവ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുക. ദൈവശബ്ദത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കരുത്. യിരെമ്യാവിന് വേണമെങ്കിൽ തിരിച്ചു പറയാം, അങ്ങനല്ലല്ലോ, ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെയൊക്കെ ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോഴാണല്ലോ നീ എന്നോട് സംസാരിച്ചത്. ഞാൻ അതെല്ലാം യഹൂദയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടുന്നാൽ കേൾക്കത്തില്ല, ഇവിടുന്നാൽ സംസാരം കേൾക്കത്തില്ല, ഇത്ര ഒച്ചത്തിൽ സംസാരിക്കണോ, ഇത്ര ഒച്ചത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കറിയത്തില്ലേ. ഇങ്ങനെ ഒച്ചത്തിൽ ആരാധിച്ചെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഉപവാസം നടത്തിയെങ്കിലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ മാറ്റിവെച്ച ദൈവത്തെ അനുസരിക്ക്, ദൈവ ശബ്ദത്തെ അനുസരിക്ക്. അതാണ് തുടക്കത്തിൽ ദൈവാത്മ പറഞ്ഞ അതാണ്. 38 വർഷമായി നീ അവിടെ കിടന്ന് കണ്ടത് ഏറ്റുപറയാതെ ഇപ്പം ദൈവം നിന്നോട് എന്താ സംസാരിച്ചത്, അതിനെ അനുസരിക്ക്. നിന്റെ പാരമ്പര്യത്തെ മാറ്റിക്കള, നിന്റെ പരിചയത്തെ മാറ്റിക്കള, നീ കണ്ടതിനെ കേട്ടതിനെ മാറ്റിക്കള. ദൈവം നിന്നോട് പറയുന്നത് സ്വീകരിക്ക്, അവിടെ വിടുതൽ വെളിപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോയോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവ് ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഭയങ്കര കൊതിയ ദൈവത്തിന്. കാരണം തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിഹസിക്കപ്പെട്ട ജനതയെ പരിഗണിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഭാരപ്പെടാതെ, ദൈവം നിന്റെ കൂടെ ഉണ്ട്. അനുസരിക്കുന്നവരായി മാറ്. ദൈവശബ്ദം കേൾക്കുന്നവരായി മാത്രമല്ല, അതിനെ അനുസരിക്കാൻ ഒരു ആവേശം ഉണ്ടാകട്ടെ. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് പറ. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, യിരെമ്യാവിനോട് പറയുക, നീ ഇവിടുന്ന് എഴുന്നേൽക്ക്, കുശവന്റെ വീട്ടിലേക്ക് ചെല്ല്. അയ്യോ, അങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു വീടല്ല കുശവന്റെ വീട്. അവിടെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല, സന്തോഷമുള്ളതൊന്നും കാണത്തില്ല, സുഖകരമായ അനുഭവങ്ങളൊന്നും അല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവത്തിന് മുഖപക്ഷമില്ല കേട്ടോ. ദൈവത്തിന് മുഖപക്ഷമല്ല. മുഖപക്ഷം ഉണ്ടാക്കല്ലേ ദൈവസഭയിൽ. വലിയവനും ചെറിയവനെന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കല്ലേ. പരിമിതികൾ വെച്ച് ദൈവത്തെ അളക്കല്ലേ, ദൈവജനത്തെ അളക്കല്ലേ. പരിമിതികൾ വെച്ച് ദൈവജനത്തെ അളക്കല്ലേ ആരും. അവന്റെ വീട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇന്ന് അവിടെ സാഹചര്യമില്ല പറയല്ലേ. ദൈവശബ്ദം അവിടാണ്. കുശവന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ കുശവന്റെ വീട്ടിലാണ് ദൈവശബ്ദം, അവിടെയാണ് ദൈവത്തിന്റെ വചനം, അവിടെയാണ് ദൈവത്തിന്റെ ആലോചന. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുകുഞ്ഞെ. അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും.
നിനക്ക് വേണ്ടുന്നത് ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദിവസങ്ങളിൽ ദൈവസഭ ദൈവവചനത്തിന് കൊതിക്കണം. ഓരോ മീറ്റിംഗിലും കർത്താവ് എന്നോട് സംസാരിക്കണമേ, ഞാൻ ഹാജരാണെന്ന് പറയണം. ഞാൻ ഹാജരാണെന്ന് പറയണം. വീട്ടിലിരിക്കരുത്, ഓഫാക്കി വെക്കരുത്. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ഏത് കഴിവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ദൈവമാണ് ദൈവം. ഇടപെടാൻ ദൈവത്തിന് ദൈവാസനെ ജോൺസൺ പാസ്റ്ററെ ഇടപെടാൻ ദൈവത്തിന് പരിപാടി ഉണ്ടെന്ന്, പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂരെ കൈമാറുകയാ. ഏത് സമയത്തും ദൈവപ്രവർത്തികൾ സഭയ്ക്കകത്ത് വെളിപ്പെടും, തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടും, കുടുംബത്തിന് വേണ്ടി വെളിപ്പെടും, ദേശത്തിന് വേണ്ടി വെളിപ്പെടും. കൊതിയോടെ കാത്തിരുന്നു. ഓരോ വചനത്തിനകത്തും അതിന്റെ ശക്തി വെളിപ്പെടും. എന്തിനു വേണ്ടി ആ വചനം അയച്ചോ അത് നിവർത്തിച്ചേ മടങ്ങിപ്പോകത്തുള്ളൂ. കൊതിക്ക്, കാത്തിരിക്ക്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്നവരായി മാറണം. യിരെമ്യാവേ, നീ ഇവിടുന്ന് എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ നിനക്ക് കേൾപ്പിച്ചു തരാം. അനുസരണമുള്ള, തിരിച്ചൊരു ചോദ്യമില്ലാത്ത, കൊതിയുള്ള യിരെമ്യാവ് ചാടി എഴുന്നേറ്റു അവൻ കുശവന്റെ വീട്ടിലേക്ക് പോവുക. നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. അല്ലെങ്കിൽ ബോംബെയിലുള്ള ദൈവസഭയെ, വിവിധ ഇടങ്ങളിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ദൈവം പറഞ്ഞ് അനുസരിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ കുശവന്റെ വീട്ടിലേക്ക് പോകാം. യിരെമ്യാവ് എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്നേ അവൻ 4 കൂട്ടം കാര്യങ്ങൾ ആ വീട്ടിൽ കാണുക. ഒന്ന്, കുശവന്റെ വീട്ടിൽ കണ്ട 4 കൂട്ടം കാര്യങ്ങൾ. കുശവന്റെ വീട്ടിൽ കണ്ട 4 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ഒരു പണിശാല. എന്തോ ശ്രദ്ധിക്കണേ, ഓരോന്നിനകത്തും ദൂതുണ്ട്. എന്തോ ഒരു പണിശാല, അവിടെ ഒരു പണി നടക്കുകയാ. നിന്നെ കൊണ്ടുപോകുന്നത് ചില പണികൾ നടക്കുന്ന ഇടത്തേക്കാണ്. യിരെമ്യാവേ, നിന്റെ വീട്ടിൽ ഇരുന്നാൽ ഈ കാഴ്ച കാണാൻ പറ്റില്ല. ചില പണികൾ നടക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. ചില ഭവനങ്ങളിൽ ചില പണികൾ നടക്കാൻ പോവുക. നാളുകളായി കൊതിച്ച് കാത്തിരുന്ന ചില ദൈവാസനെ ഇതൊക്കെ അങ്ങോട്ട് പകർന്ന് എടുത്തങ്ങ് കൊടുക്കണം ചിലർക്ക്. നാളുകളായി കൊതിക്കുന്ന ചില പണികൾ ഞാൻ എന്റെ സഭയെ പണിയും. ചില പണികൾ നടക്കാൻ പോകുക. കാരണം നീ ചെല്ലുന്നത് പണിശാലയിലേക്കാണ്, വികാരങ്ങളിലേക്കല്ല, പണിശാലയിലേക്കാണ് നീ വിളിക്കുന്നത്. ചില പണികൾ നടക്കാൻ പോവുകയാണ്. ജോൺസൺ പാസ്റ്റർ നിന്നെ അവിടെ കഴിച്ചിരിക്കുന്ന ചില പണികൾക്കാണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ചു, ഞാൻ പ്രസംഗിക്കുന്നു. ഒരു കാര്യം എനിക്കറിയില്ല, പക്ഷെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവം കാണിക്കാൻ പോകുന്ന ഒന്ന് പണിശാല. 2, കറങ്ങുന്ന ഒരു ചക്രം. കറങ്ങുന്ന ഒരു ചക്രം. ദൈവാസനെ കറങ്ങുന്ന ഒരു ചക്രം, ഒരു പണിശാല കറങ്ങുന്ന ഒരു ചക്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1995 പണി നടന്ന സ്ഥലമെന്നല്ല പറഞ്ഞോ, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. കറങ്ങുന്ന ഒരു ചക്രം. പ്രസന്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പണിശാല, കറങ്ങുന്ന ഒരു ചക്രം. ആ ചക്രത്തിന്റെ മേൽ ഒരു കുശവൻ, പണിയുന്ന ഒരുവൻ, അവന്റെ കയ്യിൽ കളിമണ്ണ്. 4 കാര്യം. പണിശാല, കറങ്ങുന്ന ഒരു ചക്രം, താഴെ പണിയുന്ന ഒരു കുശവൻ, അതിനകത്ത് കയ്യിലിരിക്കുന്ന കളിമണ്ണ്. അവൻ പറയാതെ യിരെമ്യാവിനോട് പറയാണ്, ആ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഞാനാണ്. ഞാൻ പറയുന്നു, ആ കളിമണ്ണ് ഞാനാണ്. നിങ്ങൾക്കും പറയാം ആ കളിമണ്ണ് പാസ്റ്റർ ഞാനാണ്. എത്ര പേര് ഇത് പറയുന്നുണ്ട്? ആ കുശവന്റെ കയ്യിലിരിക്കുന്ന ആ പണിശാലയിൽ, ആ കറങ്ങുന്ന ചക്രത്തിൽ ആ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഞാനാണ്. എത്ര പേര് പറയുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അതാണ് പാട്ടുകാർ പാടിയത്. എന്റെ ഹിതം പോലെയല്ല, നിന്റെ ഹിതം പോലെ. പണിക്കാരന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഞാനാണ്. ദേവദാസനെ ഞാനാണ്. കറങ്ങുന്നുണ്ടെങ്കിലും, കറങ്ങുന്ന ചക്രത്തിലാണെങ്കിലും
വല്ലാത്ത രീതിയിൽ തെറിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ആ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് ഞാനാണ്, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഞാനാണ്. ഇനിയും ദൈവസനെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു 3 ദൂത് പറയാൻ പോവാ. ഈ കളിമണ്ണിനെ കുറിച്ച് കുശവന് ചില സ്വപ്നങ്ങളുണ്ട്. ഈ കളിമണ്ണിനെ കുറിച്ച് കുശവന് ചില പദ്ധതികളുണ്ട്. ദൂത് കൈമാറുക. നീ പറഞ്ഞില്ലേ നീയാണ് ആ കളിമണ്ണെന്ന്. നിന്നെ കുറിച്ച് മറ്റാർക്കുമില്ലാത്ത ഒരു പദ്ധതി ഈ കുശവനുണ്ട്. നീ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവന് നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? ഇത് പകൽക്കാലം വാഗുണ്ട് പറ, പ്രസംഗം നിർത്തുക. വാഗുണ്ട് പറ. ഞാൻ ഇരിക്കുന്നത് ആരുടെ? ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവത്തിന്റെ കയ്യിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ കയ്യിലാണ്, എന്റെ കുടുംബം ദൈവത്തിന്റെ കയ്യിലാണ്, എന്റെ തലമുറ ദൈവത്തിന്റെ കയ്യിലാണ്. ഞങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ഞങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഞങ്ങൾ എന്തായിത്തീരുമെന്ന് അവന്റെ ഹൃദയത്തിനകത്ത് ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി എന്നെ കുറിച്ച് ഉണ്ടെന്ന് പറയാനുണ്ട്. നിന്നെ നിരാശപ്പെടുത്താൻ നിന്റെ അടുക്ക വന്നിരിക്കുന്ന പിശാച് കേൾക്ക പറ കുഞ്ഞേ. വിശ്വസിക്കുന്നെങ്കിൽ അത് ഏറ്റുപറ. അവിടെയാണ് വിടുതൽ. എന്റെ തലമുറയെ കുറിച്ച് എനിക്കൊരു പദ്ധതിയും ഇല്ലെങ്കിലും, എനിക്കൊരു പ്ലാനും ഇല്ലെങ്കിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം അവൻ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാന്ന് പറ. ഒന്ന്, കുശവന്റെ സ്വപ്നം കയ്യിലിരിക്കുന്ന കളിമണ്ണിന്റെ മേൽ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. ഈ കളിമണ്ണ് ലോകത്ത് ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും തോന്നും? ഒന്നും തോന്നത്തില്ല, ചവിട്ടിക്കൊണ്ട് പോകും. എന്നാൽ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ്, കുശവൻ നോക്കുമ്പോൾ കുശവൻ അതിനകത്തൂടെ വെളിപ്പെടാൻ പോകുന്ന ഒരു പദ്ധതിയെ കുറിച്ച് അവന്റെ ഹൃദയത്തിനകത്ത് ഒരു സ്വപ്നമുണ്ട്. എന്റെ സന്തോഷം അതാണ്. ഈ ദൂത് എനിക്ക് കിട്ടിയപ്പോൾ എന്റെ സന്തോഷം അതാണ്. ഞാനത് ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നീ നന്നാവത്തില്ല, നിനക്ക് ഗതി പിടിക്കത്തില്ല എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും, ഞാൻ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്നെ ആരും പരിഗണിച്ചില്ലെങ്കിലും, എന്നെ എല്ലാവരും പരിഹസിച്ചാലും, എന്നെ എല്ലാവരും ഹാലിൽ മാറ്റി നിർത്തിയാലും, എന്നെ എടുത്തിരിക്കുന്നത് ദൈവമാണ്. കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ഇരിക്കുന്നു. എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. വാഗുണ്ട് പറ. എന്റെ തലമുറ നോക്കിയോണ്ട് നീ രക്ഷപ്പെടുത്തലെന്ന് പറയാതെ പറ, എന്റെ കുഞ്ഞെ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടറാ. മോളെ, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടീ. പറ. ഭാരപ്പെടാതെ, തോൽവിയിൽ ഭാരപ്പെടാതെ, പ്രശ്നത്തിൽ ഭാരപ്പെടാതെ, പ്രതികൂലത്തിൽ ഭാരപ്പെടാതെ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നീ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാന്ന് പറ. അവൻ നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറ. ഒന്ന് കുശവന്റെ സ്വപ്നം കയ്യിലിരിക്കുന്ന കളിമണ്ണിന്റെ മേൽ. 2, കുശവന്റെ വിരൽ കയ്യിലിരിക്കുന്ന കളിമണ്ണിന്റെ മേൽ. ചലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചലിക്കുക. ഈ ചക്രത്തിന്മേൽ നിന്ന് കറങ്ങുമ്പോൾ തെറിച്ചു പോകാതെ കുശവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. തെറിച്ചു പോകാതിരിക്കുക മാത്രമല്ല, അവന്റെ കരം ചലിക്കുന്നതിനനുസരിച്ച് നീ ഒരു ഷേപ്പായി മാറിക്കൊണ്ടിരിക്കുക. അവന്റെ ഹൃദയത്തിലെ പ്ലാനിനനുസരിച്ച് നീ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അവന്റെ പ്രവൃത്തി നിന്റെ മേലാണ്. അവന്റെ പ്രവൃത്തി അവന്റെ സ്വപ്ന നിവാരണത്തിലേക്കാണ്. അതുകൊണ്ടാണ് യെരമ്യാവിന്റെ പുസ്തകത്തിനകത്ത് പറയുന്നത്, നിന്നെ കുറിച്ചുള്ള നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല കുഞ്ഞെ. ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. അപ്പൊ വാഗുണ്ട് പറ, എന്റെ ദൈവം എന്നെ ചലിപ്പിക്കുന്നത് തിന്മയ്ക്കല്ല, എന്റെ ദൈവം എന്നെ ചലിപ്പിക്കുന്നത് നന്മയ്ക്കാണ്. ദൈവാത്മ പറയുന്നു, എട കുഞ്ഞെ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. നിന്നെ ഒരു അത്ഭുതമാക്കി, ഈ കളിമണ്ണിനെ ഒരു അത്ഭുതമാക്കി, സ്വല്പ നിമിഷം കഴിയുമ്പോൾ ഒരു അത്ഭുതം, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു അത്ഭുതമാക്കി, പരിഹസിച്ചവരുടെ മുൻപിൽ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. കെട്ടപ്പെട്ട കഴുതേ, ജീവിതം നഷ്ടപ്പെട്ട കഴുതേ, മരണഭയത്താൽ പിടിക്കപ്പെട്ട കഴുതേ, ഇനി മുൻപോട്ട് പോകട്ടെന്ന് പറഞ്ഞ കഴുതേ, സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കഴുതേ, നിന്നെ ആ കർത്താവ് കയറിയ കഴുതിയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ കഴിഞ്ഞ നാളിലെ അവസ്ഥകളെ മറക്ക്. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. കഴിഞ്ഞ നാളുകളിലെ തോൽവിയെ ഓർത്ത് പരാജയം ഭയപ്പെടാതെ വിഷാദിച്ചിരിക്കാതെ ദൈവം പറയുക, നീ യെരമ്യാവ് കാണുമ്പോൾ കാണുന്ന കാഴ്ച,
എടാ, വേറെ ആരെയും ചിന്തിക്കാതെ കളിമണ്ണിനെ തന്നെ ഇരമ്യാവ് ഒന്നും കുശവൻ കണ്ടിട്ടില്ല. കണ്ടോ? ഇരമ്യാവ് വന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇനി വേറെ ആരെങ്കിലും വന്ന് വായി വരുന്നതെല്ലാം പറഞ്ഞു ഒന്നും കുശവന്റെ ചെവി വരുന്നില്ല, അവന്റെ കണ്ണും കാണുന്നില്ല, അവന്റെ ദൃഷ്ടി മുഴുവൻ നിന്റെ മേലാ. ഓഹ്, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ, അവന്റെ ദൃഷ്ടി മുഴുവൻ നിന്റെ മേലാണ്. അവന്റെ ഉള്ളിലെ ആഗ്രഹം മുഴുവൻ നിന്നെ കുറിച്ചുള്ള സ്വപ്നമാണ്. അവന്റെ കരം ചലിക്കുന്നത് ആ സ്വപ്ന നിവാരണത്തിന് വേണ്ടിയാണ്, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. വാഗുകൊണ്ട് പറ, ഇതിനേക്കാൾ വലിയ സന്തോഷം ഏതാണ്? ഇതിനേക്കാൾ വലിയ ദൂത ഇതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക, സമാധാനത്തോടെ പോകാ. നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഓഹ്, എനിക്കിങ്ങനെ അന്യഭാഷ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പണിയുന്ന ഒരു ദൈവം, അവരത്ഭുതമാക്കുന്ന ഒരു ദൈവം, തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം, പരിഹസിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവം, കളിമണ്ണിനെ അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവം. ഓഹോ, നിന്റെ ദൈവം, എന്റെ ദൈവം, നമ്മുടെ ദൈവം. ഈ ദൈവം എന്നും നിൻ ദൈവം, കൈവിടുമോ നിന്നെ വഴിയിൽ? അവൻ കരുതും കരുതൽ, മരണം വരെ നിൻ വഴിയിൽ. നിന്നെ കരുതുന്ന ഒരു ദൈവം. ഇരമ്യാവിനെ കുശവൻ കാണുന്നില്ല, കാരണം അവന്റെ ദൃഷ്ടി മുഴുവൻ കളിമണ്ണിന്റെ മേല. ഇന്ന് പകൽക്കാലം ലോകത്തെന്ത് സംഭവിച്ചാലും അവന്റെ ദൃഷ്ടി നിന്റെ മേലാണ്. അവൻ ചലിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അവൻ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, പൂർത്തീകരണത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവദാസനെ, ഈ ദൂതം നിങ്ങൾ മറക്കല്ലേ. നല്ല പ്രസംഗമല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ വിഷയമല്ല എനിക്ക്, ഇനി ചില വിഷയമല്ല. ഈ ദൂത് മറക്കല്ലേ, കാരണം ദൈവാത്മാവ് നിങ്ങളെ എടുത്ത് കൈ തരുന്ന ഒരു ദൂതാണിത്. കാരണം അവൻ പണിയുന്ന പണിശാലയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇങ്ങനെ യരമ്യാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതാ കളിമണ്ണ് മനോഹരമായ ഒരു പാത്രമായി മാറുന്നു. പെട്ടെന്ന് അത് ഉടയുന്നു. ശ്രദ്ധിക്കണമേ, അടുത്തത്, പെട്ടെന്ന് അത് ഉടയുന്നു. ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാലം ഉടഞ്ഞ പലതും നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. ഭാരപ്പെടണ്ട. ഇപ്പോഴും നീ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം എടുത്തു കളയില്ല. നിന്റെ തലമുറ എടുത്തു കളയില്ല, നിന്റെ കുടുംബത്തെ എടുത്തു കളയില്ല. ഭാരപ്പെടണ്ട. ഉടഞ്ഞതായ ചില വിഷയങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഭാരപ്പെടണ്ട. അവരെ പരിഹസിക്കാതെ. അത് ലോകത്തിന്റെ സ്വഭാവമാണ്. പരിഹസിക്കാതെ അവരെ വീണ്ടും പണിയുന്ന ഒരു ദൈവം, ആ കുശവൻ അവിടെ ഇപ്പോഴും ഉണ്ട്. ഉടഞ്ഞു പോയാൽ, ഇത്രയും പണിഞ്ഞിട്ട് ഉടഞ്ഞു പോയാൽ എടുത്ത് ദൂരെ കളയും. ലോകത്തിന്റെ സ്വഭാവം എന്നാണ്, എടുത്ത് ദൂരെ കളയും. പക്ഷേ എന്റെ സന്തോഷം ഇവിടെ യിരെമ്യാവിനെ കാണിക്കുകയാണ്. അവൻ എടുത്തു കളയുന്നില്ല, അവൻ അതിനെ വീണ്ടും എടുത്ത് പണിയുക. വീണ്ടും എടുത്ത് പണിയുക. ഞാൻ സാധാരണ പറയാറുണ്ട്, നീ എന്ന് ഉടഞ്ഞു പോയാലും ഭാരപ്പെടണ്ട. നീ ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലല്ലേ, ഭാരപ്പെടണ്ട. ദൈവം നിന്നെ വീണ്ടും പണിയും. നിന്റെ തലമുറ ഇപ്പം പിന്മാറ്റത്തിലാണെങ്കിലും ഭാരപ്പെടണ്ട. അവനെ മടക്കി കൊണ്ടുവന്ന് ഇപ്പോഴും പണിയാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഭാരപ്പെടാതെ നീ അവനെ ഏറ്റെടുത്ത് ഹായ് പട്ടണത്തെ, തോൽവി അവിടല്ലേ, ഹായ് പട്ടണത്തെ നേരെ നിന്ന് നിന്റെ പ്രാർത്ഥന ശക്തമാകട്ടെ. ദൈവം പ്രവർത്തിക്കും. ദൈവാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ കൈമാറുക കേട്ടോ. നീ ആഗ്രഹിച്ചതുപോലെ അതിന്റെ തലമുറ വെളിപ്പെടുന്നില്ലെങ്കിലും ഭാരപ്പെടാതെ ഇപ്പോഴും അവൻ ദൈവത്തിന്റെ കയ്യിലാണ്. ഉടഞ്ഞെങ്കിലും ദൈവം അവനെ തള്ളിക്കളയത്തില്ല. ദൈവം വീണ്ടും അവനെ പണിയും. ഉടഞ്ഞതിനെ വീണ്ടും പണിയുന്ന കുശവനെ കാണിച്ചിട്ട് കർത്താവ് അവനോട് സംസാരിക്കുക, എടാ യിരെമ്യാവേ, ഇതുപോലാടാ എന്റെ ജനം, ഇതുപോലാണ്. അവരെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ അതിനനുസരിച്ച് അവരെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിടയ്ക്ക് എന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞുപോയി, പക്ഷെ ഞാൻ ഭാരപ്പെടണ്ട. എന്റെ കയ്യിലിരുന്നാണ് അവർ ഉടഞ്ഞത്. ഞാൻ അവരെ വീണ്ടും ഞാൻ അവരെ പണിയും. ഹോറിക്കാബ, ദൈവാത്മാവ് പറയുന്നു, വീണ്ടും അവരെ ദൈവം പണിയും. ഓ ഹല്ലേലൂയ. ദൈവം ചിലതിനെ പണിയാൻ പോകുക. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവം ചിലതിനെ പണിയാൻ പോകുക. പരിശുദ്ധാത്മ പറഞ്ഞ ദൂതാണ്, ദൈവം ചിലതിനെ പണിയാൻ പോകുകയാണ്.
ദൈവം ചിലതിനെ പണിയാൻ പോകുകയാണ്. ദൈവം അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ്. മണ്ണിനെ, കളിമണ്ണിനെ അത്ഭുതമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. ചില കുടുംബത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഈ തിരുവചനം എടുത്ത് നിങ്ങളോട് പറയാനുള്ള ദൂത ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചതുകൊണ്ട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാണ്, ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിയാൻ പോകുകയാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. റീക്ക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം അവനൊരു രൂപമാക്കി നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഏറ്റുപറ. ഞാൻ ഒരു പണിശാലയിലാണ്. ഞാൻ ഒരു പണിശാലയിലാണ്. എന്റെ കുടുംബം ഒരു പണിശാലയിലാണ്. ഇപ്പോൾ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കർത്താവിന്റെ കരം എന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കരുത്തിനനുസരിച്ച് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രൂപമാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. എന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. പരിഹസിക്കപ്പെട്ടവരുടെ മുമ്പിൽ ദൈവം എന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോയി. എത്ര പേര് പറയും, എന്റെ കുഞ്ഞിനെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്, എന്റെ കുടുംബത്തെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ? പുസ്തകമെടുത്ത് പറ, വചനമെടുത്ത് പറ കുഞ്ഞേ. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുക, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുക. ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുക. എതിരായി നിന്ന ചില ജീവിതങ്ങളോട് സംസാരിക്കാൻ പോകുക. ഹല്ലേലൂയ. യാക്കോബിനെതിരെ വെളിപ്പെടുന്ന യേശാവിനെ തടഞ്ഞു നിർത്തി ദൈവം സംസാരിച്ചതുപോലെ നിങ്ങൾക്കെതിരാണെന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളെ, നിങ്ങളെ നശിപ്പിക്കാൻ കടന്നു വരുന്ന ജീവിതങ്ങളോട്, നിങ്ങളെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവാത്മാ പറയുന്നു, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ ദൂതുകളൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കാത്ത, തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ചിന്തിക്കാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ദൈവത്തിന്റെ ദൈവശബ്ദത്തിനും വാഗ്ദത്തത്തിനും ഇടയിൽ, നിവർത്തീകരണത്തിനും ഇടയിൽ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം നിങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവർത്തികൾ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തോൽവികളെ ജയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ പ്രാർത്ഥന ആവശ്യമുണ്ടോ? നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഏത് അവസ്ഥയിലും സംസാരിക്കുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ തിരിക്കരം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ കുറിച്ച് മറ്റാർക്കും ഒരു ചിന്തയില്ലെങ്കിലും അങ്ങേക്ക് ഒരു ചിന്തയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ നന്മകരമായ ചിന്തയ്ക്കായി സ്തോത്രം, ആ സ്വപ്നത്തിനായി സ്തോത്രം, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മേലുള്ള അധികാരത്തിലും അഭിഷേകത്തിലും ഈ ദൈവസഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പണി ഒരു പണിശാലയെ പോലെ, അതിന്റെ ഒരു കറങ്ങുന്ന ചക്രത്തെ പോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മനോഹരമായ രൂപങ്ങൾ വെളിപ്പെടട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. പൗലോസിനോട് പറഞ്ഞതുപോലെ ഇവിടെ നിനക്ക് വേണ്ടി ധാരാളം ജനമുണ്ടെന്ന് കർത്താവിന്റെ ദാസനോട് പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, അതിനനുസരിച്ച് കൊരിന്തിൽ സഭ വെളിപ്പെട്ടതുപോലെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ജനങ്ങൾ വെളിപ്പെടട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. സഭ വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ആരെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അസ്ഥികളുടെ മേലും ഞാടി ഞരമ്പുകളുടെ മേലും രക്തധമനികളുടെ മേലും ത്വക്കിന്റെ മേലും വ്യാപരിക്കുന്ന രോഗബന്ധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഉരുകി മാറിപ്പോകട്ടെ. തീങ്കൽ മെഴുകുരി പോകുന്ന പോലെ, ചൂടികൾ മഞ്ഞുരുക്കി പോകുന്ന പോലെ രോഗബന്ധന നാമങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. എല്ലാ നാമത്തിലും മേലായ നാമമായ യേശു കർത്താവിന്റെ നാമത്തിൽ രോഗബന്ധന നാമങ്ങൾ ഉരുകിപ്പോകട്ടെ. വീണ്ടും ചെതുമ്പിൽ ഉരിഞ്ഞു കളയുന്നത് പോലെ ആ രോഗാത്മ ശക്തികളെ ഞാൻ ഉരിഞ്ഞു കളയുകയാണ്. ശത്രുവിന്റെ നാമങ്ങളെ ഉരിഞ്ഞു കളയുകയാണ്. നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകയിൽ എന്ന് വചനം പറയുമ്പോൾ ആ രോഗസൗഖ്യം ദൈവജനത്തിന്റെ അവകാശമാണ്, ഞങ്ങളുടെ അവകാശമാണ്. അതിനുമേൽ ദുഷ്ടന് യാതൊരു അവകാശവുമില്ലെന്ന് യേശുവിന്റെ അധികാരത്തിൽ ഞാൻ അത് ഡിക്ലെയർ ചെയ്യാൻ പ്രഖ്യാപിക്കുകയാണ്.
ഹാലലൂയ, ഹാലലൂയ. നന്മയെ തടസ്സം ചെയ്യുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. സഭ ഉണരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധി അഭിവൃദ്ധിയിലേക്ക്, നന്മയിലേക്ക്, നിറവിലേക്ക്, ഉറവയിലേക്ക് കരം പിടിച്ച് കയറ്റി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച്, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് അവരെ നിറയപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പൊതിയട്ടെ. അത്ഭുതകരമായ മരുഭൂമിയിലെ പെരുവഴികൾ, ചെങ്കടലിലെ വൻപാതകൾ അവർക്ക് വേണ്ടി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. മഹത്വം മുഴുവൻ യേശു കർത്താവിന് മാത്രം അർപ്പിച്ചടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. കർമ്മേൽ അസംബ്ലീസ് ഓഫ് ചർച്ചിന്റെ ആഭിമുഖ്യം നടക്കുന്ന ശുശ്രൂഷയുടെ 1-ാം ദിവസം രാത്രിയിലെ നമ്മുടെ മധ്യ കടവും ദൈവം ശുശ്രൂഷ രഞ്ജൻ ജോറും നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദാസദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും അതിശക്തി കൂടാതെ പരിശുദ്ധാത്മാവ് ദാസൻ ശുശ്രൂഷ ആദ്യ നിമിഷം മുതൽ, പ്രാരംഭ വാക്ക് മുതൽ അല്ലെങ്കിൽ അവസാന നിമിഷം വരെയും പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുകയായിരുന്നു. ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും സഭയുള്ള ദൈവിക ദൂതുകൾ ആഴമായി തന്റെ സംസാരിക്കാറുണ്ട്. ഹാലലിയ. അതേ സ്തോത്രം. ഒരുപക്ഷെ ഒരു ഹാലലിയ ഒരു ഹാളിനകത്ത് ആ ദേവദാസനോട് ഒത്തൊരു സമയമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി. ഹാലലിയ. ഒരുമിച്ചിരുന്ന് ആരാധിച്ച് ദൈവത്തിന്റെ ദൂതുകൾ ഓരോരുത്തരോട് കേട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഹാലലിയ ആ തരത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുകയായിരുന്നു. സ്തോത്രം. അതേ ദൈവം അവസരം നൽകട്ടെ. ഇന്ന് രാത്രിക്ക് ഒരിക്കൽ ദാസം നന്ദി അറിയിക്കുന്ന ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലലുയ. അതേ സ്തോത്രം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹാലലുയ. അതേ സ്തോത്രം. ഇസ്രായേൽ ഗ്രഹമേ ഹാലലുയ. അതേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ ഹാലലുയ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന വചനം കൊണ്ട് പറയുവാൻ തുടങ്ങിയ നിമിഷങ്ങൾ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹാലലുയ. അതേ സ്തോത്രം. തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം. ഹാലലുയ. പരിഹസിക്കപ്പെടുന്നതിനെ പരിഗണിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മണ്ണിന്റെ മേൽ ഹല്ലേലൂയ അധികാരമുള്ള അത്ഭുതമാക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി കാണുവാൻ കഴിഞ്ഞല്ലോ. നമ്മുടെ കണ്ണുകടയ്ക്കാം. ഈ രാത്രികാലം കേൾക്കപ്പെട്ട ദൂതുകളുടെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കാം. ഒരു ദൂതും മാറ്റിവെക്കാനില്ല, ഒരു വാക്കുപോലും മറക്കാനില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ സ്തോത്രം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അശക്തനെ ശക്തനാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അതേ സ്തോത്രം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതെ ഞാൻ സകല ജഡത്തിൽ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? തമ്പുരാന്റെ കരങ്ങളെ കേൾപ്പിക്കാൻ നമുക്ക് രാത്രികാലം കേൾക്കപ്പെട്ട വനത്തുമ്പ് സൗരമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദിനം ഐശ്വര്യമായി ശുശ്രൂഷകദാസൻ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൂത് കേട്ട സകല ദൈവം അനുഗ്രഹിപ്പാൻ പിന്നെ ബലപ്പെടുത്താതെയാകെ പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന മീറ്റുകളെല്ലാം അനുഗ്രഹ തിരുവന്തകുളങ്ങളെ കേൾപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധനാസപ്രിയ ബ്രൈറ്റ് പാസ്റ്റ് ദയവായി ശബ്ദമുയർത്തി ഹല്ലേലൂയ അതേ സ്തോത്രം ആശീർവാദത്തോടെ ഈ രാത്രി നമുക്ക് കടന്നു പോകാമല്ലോ. Praise the Lord. Hallelujah, 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 hallelujah. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർമ്മേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ കർത്താവേ നടത്തപ്പെടുന്നതായ ഈ പ്രാർത്ഥനാ യോഗങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാരംഭ ദിവസത്തിൽ തന്നെ കർത്താവ് രാത്രികാലടിനോട് വ്യക്തമായി ഇടപെട്ടുവല്ലോ. നാഥനെ നന്ദിയോടെ സ്തോത്രം. വചനം ഐശ്വര്യമായി ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവെ ദൈവദാസൻ അഭിഷേകത്തിന് കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച് ഹല്ലേലൂയ ഞങ്ങളെ കുറിച്ചുള്ളതായ ഉദ്ദേശം കർത്താവ് ഞങ്ങളോട് അറിയിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇസ്രായേൽ ഗ്രഹമേ, കളിയാക്കുസ്തവന്റെ കയ്യിൽ കളിമണ്ണെന്ന പോലെ നിങ്ങൾ എന്റെ കയ്യിലായിരിക്കുന്നു എന്ന് വ്യക്തമായി നിങ്ങളോട് പറഞ്ഞുവല്ലോ. നാഥനെ സ്തോത്രം. അപ്പാ ഇന്ന് രാത്രി കാലം അടിയങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുസ്തവന്റെ കയ്യിൽ കളിമണ്ണെന്ന പോലെ കുസ്തവന്റെ ഹിതപ്രകാരം അടികളെ വാർത്തെടുക്കേണ്ടതിനായി, അടികളെ പണിതെടുക്കേണ്ടതിനായി, ഒരു മാനപാത്രങ്ങളായി അടികളെ പണിതെടുക്കേണ്ടതിനായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ അടികളായിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളും വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവേ ഓൺലൈനിൽ കൂടെ കർത്താവെ ഈ വചനം ശ്രമിച്ചതായ തന്റെ ഭക്തന്മാർ അഭിഷക്തന്മാര് കർത്താവിന്റെ കരങ്ങളിലേക്ക് അപ്പൊ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി
മാനപാത്രമായി ശോഭിപ്പാൻ ദൈവം കൃപ പകരുമാറാകണമേ. ഹല്ലേലൂയ. തോൽവികൾ ജീവിതത്തിൽ കടന്നു വന്നു സംഭവിച്ചിട്ടുണ്ട് കർത്താവ്. എങ്കിലും അവ യോശുവയുടേതായ അല്ലെ കയ്യിലുള്ളതായ അല്ലെ നീട്ടപ്പെട്ടതായ കുന്തം ജൂഡാല റൈഡനാജന സൗദരാജന അപ്പൊ ആ വിജയം കർത്താവെ ലഭിക്കുവോളാം കൈ നീട്ടി തന്നെയായിരുന്നു ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ്. ഒരു ജയ ജീവിതം അത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നവരേക്കും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തുന്ന കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവഭക്തന്മാർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പാട്ടുപാടി ആരാധിപ്പാൻ തക്കണം കർത്താവെ. നല്ല ഗായക സമൂഹത്തെ നൽകി തന്ന നാൾ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. തുടർന്നുള്ളതായ പ്രാർത്ഥന യോഗങ്ങൾ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. അനേകരെ കടന്നു പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ വചനത്തിന് വേണ്ടി കേട്ട വചനം മുൻപായി സമർപ്പിച്ച് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നൽകി തന്ന എല്ലാവിധമായ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. പ്രാർത്ഥന കേട്ടനാൾ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സകല മാനവും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് ഏൽപ്പിക്കും. സകലവും ഞങ്ങൾക്കായി ജീവൻ നൽകിയെത്തുന്ന നസ്രായനായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു പണിയെടുത്തിന് പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും ഓർത്തു പറയുന്ന സകല വിഷയങ്ങളോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നീയും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം കർത്താവ് യേശു ക്രിസ്തു മുഖേന നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ദൈവം താളം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച പിന്നെ വചനശുശ്രൂഷ കർത്താവ് നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ രാത്രി മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ വാത്സല്യ ദേവദാസന്മാർ സഹോദരന്മാരോടും സഹോദരിമാരോടും കുഞ്ഞുങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി ഈ രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ.